यो अन्तप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। ഭാഗവതം, ശ്രീമദ് ഭാഗവതം അതൊരു സാധാരണ പുസ്തകമല്ല. അങ്ങനെ വെറും ഒരു ഗ്രന്ഥമായിട്ട് കണക്കാക്കിയാൽ പോരാ. അതിനെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുമ്പം അതിൻ്റെ അനുഗ്രഹശക്തി അങ്ങനെ സമീപിക്കുന്നവർക്ക് മനസ്സിലാവും. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല എന്നർത്ഥം. ഇവിടെ 1-ാമത്തെ അധ്യായം, അതിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ കണ്ടു. സത്യമാണ് നമ്മുടെ ലക്ഷ്യം. എന്തിനു ജനിച്ചു ചോദിച്ചാൽ സത്യത്തെ അറിയാൻ. ആരാണ് സത്യത്തെ അറിയാനുള്ള അധികാരി ആരാ ചോദിച്ചാൽ ഇവിടെ ജനിച്ച മനുഷ്യരൊക്കെ അധികാരികളാണ്. ഇനി അതിന് ഇത്ര പ്രായമാവണമെന്നോ ഇന്ന ജാതിയിൽ പിറക്കണമെന്നോ പുരുഷനാവണമെന്നോ സ്ത്രീ ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഭഗവാനെ കിട്ടാൻ നമുക്ക് അർഹത ഉണ്ട് എന്നുള്ളത് തെളിവാണെന്ത്? മനുഷ്യനായിട്ട് ജനിച്ചു എന്നുള്ളത്. ഇനി മറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനി അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നാണ്. അതാണ് വേണ്ടത്. ഇപ്പോൾ ലക്ഷ്യം സത്യമാണ്, അതിലേക്കുള്ള വഴി ധർമ്മമാണ്. ചില മൈക്ക് ഓണായി കിടക്കുന്നുണ്ടാവും, ഒന്ന് ഓഫാക്കുക. ഏതെങ്കിലുമൊക്കെ ഓണായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ലക്ഷ്യം സത്യമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ധർമാനുഷ്ഠാനം വേണം. തത്വാർത്ഥങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ ഒക്കെ സാധിക്കണമെങ്കിൽ ആ ഒരു സംസ്കാരം ആദ്യം ഉണ്ടാവണം. വേണ്ടേ? ഇപ്പോൾ ഒരു കഥ പറയുമ്പം അത് ഉൾക്കൊള്ളണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അതിനെന്ത് വേണം? ആ ഒരു സംസ്കാരം വേണ്ടേ? ഇപ്പോൾ വൈകുന്നേരം ഈ സമയത്തും ഇവിടെ എങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തുണ്ട്? ഇതിനോടുള്ളൊരു രുചി, അതാണ് സംസ്കാരം. പാട്ട് കേൾക്കാൻ ആര് വരണം? പാട്ടോട് താല്പര്യമുള്ളവരല്ലേ വരുള്ളൂ. കച്ചേരി കേൾക്കാൻ ആരാ പോവുക? അതിനോട് താല്പര്യമുള്ളവരല്ലേ പോവുള്ളൂ. അപ്പം ഭാഗവത്തിനോടൊരു താല്പര്യം ഉണ്ടാവൽ തന്നെ വളരെ പ്രയാസമാണ്, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു അപകടം ഭഗവാനെ അങ്ങ് വരുത്തരുത്. ഏതാത്? അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിഖ മാലിഖ മാലിഖ. മാലിഖ എന്ന് പറഞ്ഞാൽ എഴുതരുതെന്നാണ്. എന്തെഴുതരുത്? അരസികന്മാരോട് കവിത പറയേണ്ട അവസ്ഥ എനിക്കുണ്ടാവരുതേ, എനിക്കുണ്ടാവരുതേ, എനിക്കുണ്ടാവരുതേ എന്ന് പറഞ്ഞാൽ ഭക്തിയില്ലാത്തവരോട് ഭാഗവതം പറയേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ ഇതിനോട് ശ്രദ്ധ ഉള്ളവരുടെ മുന്നിലെ എന്നെ കൊണ്ടിരുത്താവൂ. അതാണ് പ്രാർത്ഥന. അപ്പം കവിത പാടണമെങ്കിൽ കവിത കേട്ടാൽ രസിക്കാൻ താല്പര്യമുള്ളവരുടെ മുന്നിൽ പോയി കവിത പാടിയിട്ടേ കാര്യമുള്ളൂ. അപ്പം അത് മുഖ്യമാണ്. അപ്പം ഈ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാവണം. ഭാഗവതം കേൾക്കണം, അത് ഉൾക്കൊള്ളണം എന്നുള്ളൊരു വിചാരം ഉണ്ടാവണമെങ്കിൽ അതിന് ആദ്യപടി എന്താ? ചെയ്യണ ധർമ്മം ഈശ്വരാർപ്പണമാക്കുക. ചെയ്യണ കർമ്മം എന്ത് ചെയ്യണം? അത് ലൗകികമായിട്ടുള്ള നേട്ടം ഉദ്ദേശിച്ചുള്ള ഏർപ്പാട് ഞാൻ നിർത്തുക. കാരണം നമുക്ക് കുറേയൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കാര്യം പറയണം, ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യം പറയാം. ബാക്കിയുള്ളവർ നമുക്ക് ഇഷ്ടമില്ല. അത്യാവശ്യമൊക്കെ കയ്യിലുണ്ടല്ലോ, അത്യാവശ്യമൊക്കെ ബാങ്കിലുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ മനസ്സിലായിക്കോളൂ, അത് മതി, ഇത്രയേ വേണ്ടൂ. ഇനി കുറേ ഉണ്ടായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും അതിലില്ല. നമ്മൾ വിചാരിക്കുകയാണ്, നമ്മളൊരു കണക്ക് വയ്ക്കും, ഇത്ര അങ്ങോട്ടായാലേ സമാധാനമാവുള്ളൂ എന്ന് വിചാരിച്ചാൽ അത് പ്രയാസമാണ്. 7.5 ഭരണി എന്ന് പറയും. 7.5 ഭരണി അതെപ്പോഴും 7 നിൽക്കും. നമുക്കത് 8 ആക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ കൊണ്ട് നിറയ്ക്കും. പക്ഷേ ഇതെന്താണ്? അതെപ്പോഴും 7 അതാണ് ജീവിതം. നമ്മളിങ്ങനെ 8 ആക്കണം എന്ന് കരുതി നിറച്ചും കൊണ്ടിരിക്കും. ആ നിറച്ച് എപ്പോഴും 7 നിൽക്കും, മരിക്കും ചെയ്യും. എന്തോ ഒരു കുറവുണ്ട് നമുക്ക് തോന്നുകയാണ്. ഒരു കുറവുമില്ല. നമ്മൾ എത്ര കണ്ട് സമ്പാദിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള അസുഖം വരും, അത്രയേ ഉള്ളൂ. എന്താണ്? അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനനുസരിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം. അല്ലാത്തൊരു ഹെൽത്ത് സെൻ്ററിൽ പോവും, കാശുള്ളവർ അതിനനുസരിച്ച് പോവും. അത്രയൊക്കെ തന്നെയുള്ളൂ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കഥ. ആയുസ് കൂട്ടി കിട്ടുന്നില്ല. കാശുണ്ടെന്ന് കരുതിയിട്ട് കുറച്ചധികം കിട്ടുക, കുറച്ചധികം സമാധാനം, അങ്ങനെയൊന്നുമില്ല. സൗകര്യങ്ങളൊക്കെ ഒരുക്കാന്നേ ഉള്ളൂ. സമാധാനമുണ്ടാവണം എന്ന് ഉറപ്പില്ല. ഈ സൗകര്യമാണ് സമാധാനം ഉണ്ടാക്കുന്നത് വിചാരിക്കേണ്ടത് തെറ്റി. കുടിലുകളിൽ നല്ല സമാധാനം കാണാറുണ്ട്, ദരിദ്രന്മാർക്ക് നല്ല ശാന്തി കാണാറുണ്ട്, സമ്പന്നന്മാർക്ക് പലർക്കും ശാന്തി നമ്മൾ കാണാറില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സമ്പത്ത് ശാന്തിക്ക് തടസ്സം പറഞ്ഞിട്ടില്ല കേട്ടോ. സമ്പത്തുള്ളവർക്കും ശാന്തി ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഭാവം ഉള്ളവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാവാറുള്ളൂ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ധർമ്മം, താൻ ചെയ്യണ കർമ്മം പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലാതെ, പ്രത്യേകിച്ച് ലാഭം ആഗ്രഹിക്കാണ്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യലാണ് ഭാഗവത ധർമ്മം. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് പറഞ്ഞു കഴിഞ്ഞു 2 ശ്ലോകത്തിൽ. ഇനി പറയാണ് ശ്രീശുകർ ഇവിടെ
സൂത പൗരാണികൻ ശൗനകാദി ഋഷീശ്വരന്മാരോട് നിങ്ങളുടെ ചോദ്യമൊക്കെ വളരെ നന്നായി. ഉത്തരം ഞാൻ ആദ്യം പറയാം. സവൈ പുംസാം പരോ ധർമ്മ യതോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യ പ്രതിഹതാം യയാത്മാ സംപ്രസീദതി, അല്ലെങ്കിൽ യേനാത്മാ സുപ്രസീദതി. രണ്ടും കാണാം. എന്തനുഷ്ഠിച്ചാലാണോ ഹൃദയം വിശാലമാവുന്നത് അതാണ് ധർമ്മം. എന്താണ്? അത്രേ പറയണുള്ളൂ, ഇന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ എന്തനുഷ്ഠിക്കുമ്പോഴാണോ നമ്മുടെ ഹൃദയം വിശാലമാവുന്നു, മനസ്സ് ആഴമുള്ളതാവുന്നു. ഇപ്പം നമ്മുടെ മനസ്സ് കെട്ടിക്കിടക്കണ വെള്ളം പോലെയാണ്, കൊതുകും ഈച്ചയും ഒക്കെ വന്നിരിക്കുകയാണ്. അത് വിശാലമാവട്ടെ, ഇടുങ്ങിയ മനസ്സ് പോകട്ടെ. എപ്പോഴാണോ നമ്മൾക്ക് ഉള്ളിലൊരു നിറവുണ്ടാവുന്നത്, ഒരു സന്തോഷം ഉണ്ടാവുന്നത്, ഏനാത്മാ സുപ്രസീദതി. അത് ശ്രദ്ധിക്കണം, കാപട്യത്തിൽ വീണു പോകരുത്. നമ്മളിപ്പോൾ തെറ്റിദ്ധരിക്കും ഇത് സുഖമാണെന്ന്. സുഖ ആഭാസം എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കുള്ള സുഖം എപ്പോഴാണ്? എല്ലാവരെയും തട്ടിപ്പറയ്ക്കുമ്പോഴാണോ നമുക്ക് സുഖം? എല്ലാവർക്കും വിട്ടുകൊടുക്കുമ്പോഴാണോ സുഖം? അത് നോക്കണം, ശ്രദ്ധിക്കണം. നമുക്ക് തോന്നും തട്ടിപ്പറയ്ക്കണ സുഖം അല്ല. എനിക്ക് വേണമെങ്കിൽ മോശം വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ അടിച്ചമർത്താൻ എനിക്ക് സാധിക്കും. അതിപ്പോൾ ഒരു സുഖം ഉണ്ടാവുന്നേ ഉള്ളൂ. വൈകുന്നേരം കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേണ്ടില്ലായിരുന്നു, ഇങ്ങോട്ടിപ്പോൾ കുറച്ച് കേട്ടാലും സാരമില്ല, അതിപ്പോൾ ഞാനല്ലേ കേട്ടുള്ളൂ, എനിക്കതങ്ങോട്ട് ഇല്ലാണ്ടിയാക്കാൻ പറ്റും. പക്ഷെ ഞാനീ പറഞ്ഞതൊക്കെ അവരെത്ര കണ്ട് വേദനിപ്പിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ച് ഓർക്കണ്ടാവില്ല. സീറ്റ് വിട്ടുകൊടുക്കുന്നതാണോ സുഖം, അതല്ല ആ സീറ്റിൽ വിട്ടുകൊടുക്കാണ്ടിരിക്കുന്നതാണോ സുഖം? ഒരു പ്രായമുള്ളൊരു ആൾ കയറി, നമ്മൾ എണീറ്റ് കൊടുക്കാണ്ട് അവിടെ ഇരുന്നു, എന്താ ഉണ്ടാവുക? വിഷമം. അല്ലെങ്കിൽ ഗർഭിണി കയറി, നമ്മൾ പിന്നെ എണീറ്റ് കൊടുക്കുക ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അതെങ്ങാനാ അമ്മ മൂക്കുത്തി വീണു വെച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? സംസ്കാരമുള്ളവരുടെ കാര്യം പറഞ്ഞു കേട്ടോ. എന്ത് വന്നാലും ഉറങ്ങണവരൊക്കെ ഉണ്ടാവും, വേറെ വിഷയം. നമ്മൾ കുറച്ചൊരു മനുഷ്യത്വമുള്ളവരുടെ കാര്യമാണ് ഇവിടെ ചർച്ച. സാധിക്കില്ല, എണീറ്റ് കൊടുക്കായിരുന്നു, കഷ്ടമായിപ്പോയി, വേണ്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? അതാണോ ഇപ്പോൾ അത്ര വലിയ കാര്യം? ഒരു സീറ്റ് ഒഴിയല്ലേ വേണ്ടു എന്ന് പിന്നീട് തോന്നാം. അപ്പം അതുകൊണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏനാത്മാ സുപ്രസീദതി. മനസ്സ് സന്തോഷിക്കുന്നത് എപ്പോഴാണ്? കുറച്ചൊന്ന് എണീറ്റ് കൊടുത്തു, അവിടെ നിൽക്കേണ്ടി വന്നു, വയർത്തു, കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിൽ ഉള്ളിലെന്തുണ്ട്? ഉള്ളിൽ സന്തോഷം. ഇന്ന് ഞാൻ ഒരു നല്ല കാര്യം ചെയ്തു എന്നൊരു തോന്നൽ. ആരും ബോധിപ്പിക്കാനല്ല, അതിപ്പോൾ ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. എന്നാലും ഉള്ളിലെന്തുണ്ട്? ഒരു സന്തോഷം. ആരും അറിയാണ്ട സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. അറിയിച്ച് ചെയ്യുമ്പം വലിയ സന്തോഷം ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മളതിങ്ങനെ വിചാരിക്കും, ആളറിയുമ്പോൾ ഇതിപ്പം അവരും പറയും പേര് കിട്ടാനാ എന്നവർ പറയും, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതാണ് ഏനാത്മാ സുപ്രസീദതി. തൻ്റെ ആത്മാവിനോട്, തന്നോട് തന്നെ ചോദിക്കുക, ഇപ്പോൾ സന്തോഷമായോ? ഈ ചെയ്യുന്ന പ്രവൃത്തിയാണോ നിനക്ക് സന്തോഷം തരുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ ആത്മാവ് തന്നെ പറയും. ഉള്ളിലുള്ള ഈശ്വരൻ നമ്മളോട് പറയും, ഈ കർമ്മം തുടർന്നോളൂട്ടോ, ഇതാണ് സന്തോഷം. ഈ കർമ്മം ചെയ്യേണ്ടട്ടോ, നിർത്തിക്കോളൂ, ഇതത്ര സന്തോഷം ഇല്ല എന്ന് സ്വയം പറയും. അതിന് വേറൊരാൾ ആവശ്യമൊന്നുമില്ല, ഗുരുനാഥനൊന്നും ആവശ്യമില്ല. ഗുരുനാഥൻ വേണ്ടി വരുന്നത് ഈ പറഞ്ഞത് കേൾക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഗുരുനാഥൻ പറഞ്ഞു തരികയാണ്, ഉള്ളിലുള്ള ആൾ പറയണത് ഇന്നതാട്ടോ എന്ന് പറഞ്ഞു തരികയാണ്. സവൈ പുംസാം പരോധർമ്മ. ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം അതാണ്, ഉള്ളിലുള്ള ആത്മാവിനോട് നീതി പുലർത്തുക. എന്താണ്? ഉള്ളിലുള്ള മനസാക്ഷിയോട് നീതി പുലർത്തിയും കൊണ്ട് കഴിയുക. ആ ഈശ്വരനിൽ നിന്ന് വിടാണ്ടിരിക്കുക. വിട്ടുവിട്ട് പോകുന്തോറും ക്ലേശം കൂടും, അതിനോട് ചേർന്ന് നിൽക്കുന്തോറും സമാധാനം ഉണ്ടാവും. പുറമേക്ക് വലിയ കേമത്തൊന്നും ലോകർക്ക് കണ്ടുകൊള്ളുന്നില്ല, പക്ഷെ നമുക്കെന്തുണ്ടാവും? നല്ല തൃപ്തി, ശാന്തി ഉണ്ടാവും. അതാണ് സവൈ പുംസാം പരോധർമ്മ. അതാണ് നമ്മുടെ പരമമായ ധർമ്മം. അപ്പം കല്യാണം കഴിച്ചാൽ ഭാര്യയെ നോക്കണ്ടേ? അതെ. അതെന്തിനാണ്? അത് ഈശ്വരനിൽ ശ്രദ്ധ ഉണ്ടാവാൻ. അതിനാണ്. അപ്പം മക്കളുണ്ടായ മക്കളെ നോക്കണ്ടേ? വേണം. എത്ര പേര് മക്കളെ നോക്കുന്നുണ്ട്? എന്താണ്? നോക്കുന്നുണ്ടോ? മക്കളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ടോ? എന്തൊക്കെയാവണം എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ പോക്കൊക്കെ എങ്ങോട്ടാണ് നോക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? അതല്ല ഇനി വേറെ എന്തെങ്കിലുമായിട്ട് കഴിയുകയാണോ? അവരെന്തൊക്കെയാണ് കഴിക്കണത്, കുടിക്കണത്, വലിക്കണത്, സ്കൂളിലേക്ക് ഇനിയല്ലേ പോണത്, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളെ നോക്കുക പറഞ്ഞാൽ ഉണ്ടായിച്ചിട്ട് നോക്കുക എന്നർത്ഥമൊന്നുമില്ല. അവരിങ്ങനെ വളരും. നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിൽ അവൾ വളരും. അവരുടെ പോക്ക് ആധ്യാത്മികമായിട്ടുള്ള വഴിയിൽ തന്നെയാണോ, അത് വിട്ടു പോകണുണ്ടോ എന്ന് എത്ര പേര് നോക്കുന്നുണ്ട്? അതാ നോക്കൽ. സവൈ പുംസാം പരോധർമ്മ യതോ ഭക്തിരഥോക്ഷജേ. ശരിക്ക് പരമമായ ധർമ്മം ഭഗവാനിൽ ഭക്തി വയ്ക്കുക എന്നാണ്. ഇപ്പം നമ്മൾ ഈ ചെയ്യണതാണ് നമ്മളുടെ പരമമായ ധർമ്മം.
മറ്റുള്ളതൊക്കെ ചെയ്യാൻ മനുഷ്യനാവേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്താ? ശാന്തി അനുഭവിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. അതാണെന്ത്? അതാണ് പരമമായ ധർമ്മം. ആ സ്വസ്ഥത എന്നും ഉണ്ടാവണം. എന്താണ്? നാളെ കഷ്ടമായി പോയി തോന്നരുത്. ഇപ്പോൾ നമ്മളിതിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് തോന്നി കഷ്ടമായി പോയി തോന്നിയാൽ ഇത് കേൾക്കാണ്ടിരിക്കുക നല്ലത്. എന്താണ്? ആ 3 ദിവസം വെറുതെ കളഞ്ഞു. ആ നേരം പോയി ലോട്ടറി എടുത്താൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ കാര്യമില്ല. അതറിയണം. അത് കഷ്ടമായി പോയി തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. നേരെ മറിച്ച് ഈ ഒരു മാർഗത്തിൽ ഉറപ്പുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ചിലവാക്കുന്ന സമയം എന്താണ്? ഇതാണ് വേണ്ടതുപോലെയുള്ള സമയം. ജീവിതത്തിൽ ഇതാണ് സാർത്ഥകമായ സമയം. സവൈപും സാം പരോധർമ്മ. മറ്റതൊക്കെ പരമമായ ധർമ്മമല്ല, ഇതാണ് പരമധർമ്മം. എന്ത്? ഈശ്വരനെ അറിയുക, അതിനുള്ള ശ്രമങ്ങൾ. അതുകൊണ്ട് ഇന്ന ശ്രമങ്ങൾ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഭഗവതി ആരാധിക്കോ, ഭഗവാനെ ഭജിക്കോ, പുഷ്പാഞ്ജലി കഴിക്കോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? എന്ത് കർമ്മം ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ ഹൃദയം വിശാലമാവുന്നത് അതാണ് പരമമായ ധർമ്മം. അതിന് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ഭക്തി എന്ന് പറയാം. എന്താണ്? ഭജ് സേവായാം. സേവിക്കുക, അതാണ് ഭക്തി എന്ന് പറഞ്ഞ അർത്ഥം. തൻ്റെ മനസ്സ് വികലമാവാതെ നോക്കുക. താൻ കാരണം എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാവണം. ആ മറ്റുള്ള പെരുമാറ്റം അത് അഹൈതുകി. ഈശ്വരനെ സേവിക്കുമ്പോഴും ഭജിക്കുമ്പോഴും എന്തുണ്ടാവരുത്? ഹേതു ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തുച്ഛങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആവരുത്. അത് ഉറപ്പിക്കുക. അങ്ങനെയല്ലല്ലോ, എൻ്റെ ഭജന അങ്ങനെയല്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്നും എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. ഞാൻ ഈ ഭാഗവതം കേൾക്കുന്നതും വായിക്കുന്നതൊന്നും തുച്ഛങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. എന്താണ്? ഉറപ്പ് വരുത്തണം നമ്മളെന്നെ. അല്ലല്ലോ. അല്ല. ആണെങ്കിൽ ശരിയല്ല. എന്താണ്? അത് ശരിയല്ല. ചെയ്യണുണ്ടാവും, എന്നാലും ഇത് ശരിയല്ല എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നല്ലതാ. എന്താണ്? അല്ല, കക്കനുണ്ട്, സാരല്ല. കക്കൽ മോശമെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ നല്ലതല്ലേ? എന്നല്ലെങ്കിൽ നാളെ അയാൾ നിർത്തും, ഉറപ്പാണ്. കുറച്ചു കാലം തുടരെയിരിക്കും, നിർത്തും. നെച്ചൂർ സ്വാമി ഒരു കഥ പറയുന്നുണ്ട്. പണ്ട് കാഞ്ചി പരമാചാര്യരുടെ അടുത്തേക്ക് 2 പേര് ചെന്നു. അത്രേ 2 ബ്രാഹ്മണരാണ്. 2 പേര് ചെന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു 2 പേരോടും കൂടി, സന്ധ്യാവന്തനൊക്കെ മുടങ്ങാണ്ട ചെയ്യാറുണ്ടോ ചോദിച്ചു. എന്താണ്? സത്യം പറയാൻ നോക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇല്ല. ഒരു പയ്യൻ ഇല്ല പറഞ്ഞു. മറ്റാൾ പറഞ്ഞു കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും ഉണ്ട്. എന്താണ്? ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞ ആൾ പറഞ്ഞത് സത്യമാണ്. എന്താണ്? ഇല്ല പറഞ്ഞ ആൾ പറഞ്ഞത് സത്യമാണ്. ഉണ്ട് പറഞ്ഞ ആൾ പറഞ്ഞത് എന്താ? അത് കളവാണ്. അയാൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ കളവ് പറഞ്ഞു. എന്ത്? ഉണ്ട് എന്ന്. ഉടനെ അദ്ദേഹം ഒപ്പമുള്ള തൻ്റെ ശിഷ്യനോട് അവർ പോയ സമയത്ത് ശിഷ്യനോട് ചോദിച്ചു, അതിലെ ഏത് പയ്യൻ പറഞ്ഞതാ സത്യം എന്ന് ചോദിച്ചു. എന്താണ്? 2 പേര് പറഞ്ഞല്ലോ. ഒരാൾ സന്ധ്യാവന്തനം ചെയ്യാറുണ്ടെന്നും പറഞ്ഞു, ഒരാൾ ഇല്ലയെന്നും പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല പറഞ്ഞതാണ് സത്യം, അയാളെ നമ്മളുടെ ഗുരുകുലത്തിലേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം സ്വാമി പറഞ്ഞു അല്ല, മറ്റാളെയാണ് എടുക്കുന്നത്. അയാളാണ് ഉള്ളിൽ സത്യമുള്ള ആൾ. അയാളില്ല എന്ന് ധൈര്യത്തിൽ വല്ല തൻ്റേടായിട്ടാണ് പറഞ്ഞത്. എന്ത്? ഞാൻ സന്ധ്യാവന്തനം ചെയ്യാറില്ല. അതൊരു കേമത്തായിട്ടാണ്. മറ്റാൾക്ക് ഇങ്ങനെയൊരു സ്വാമിയാർ ചോദിക്കുമ്പോൾ താൻ ഈ കുലത്തിൽപ്പെട്ടിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് താൻ ഇത്രയും കാലം ഒരു ക്രമത്തിൽ ചിട്ടയോടുകൂടി താൻ ഇത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള പശ്ചാത്താപത്തോടെ എന്ത് പറഞ്ഞു? ഉണ്ട് എന്ന് കളവ് പറയുമ്പോൾ ഉള്ളിലെന്തുണ്ട്? ഉറപ്പാണ്. ഇന്ന് ആ കുട്ടി വീട്ടിൽ പോയി എന്ത് ചെയ്യും? സന്ധ്യാവന്തനം. മറ്റാളൊന്നും ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് ഉള്ളിൽ സത്യം ആരുടെയുള്ളത്? അയാൾക്കുള്ളിൽ എന്തുണ്ട്? ഇത് ശരിയാണ്, സന്ധ്യാവന്തനം കഴിക്കേണ്ടതാണ്, ചെയ്യണില്ലെങ്കിലും നമ്മളൊക്കെ പോലെ ഭാഗവതം വായിക്കേണ്ടതാ, വായിക്കണമെന്നില്ലെങ്കിൽ വേണ്ടതാ, ഒക്കെ നല്ല കാര്യം എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ടെങ്കിൽ തന്നെ നന്നായി. ആദ്യം വേണ്ടത് ലക്ഷ്യം ഉറപ്പിക്കലാണ്. ലക്ഷ്യം ഉറപ്പിച്ചു വെച്ചാൽ ആൾ നേരെയാവുന്നില്ല. ഉണ്ടോ? അവിടേക്ക് എത്തണ്ടേ? കാവ്യെടുത്തു എന്ന് കരുതിയിട്ട് അയാൾ ജീവൻ മുക്തനാവണമെന്നില്ല. കാവ്യെടുക്കൽ എന്താണ്? അതൊരു സിമ്പലാണ്. താനിനി മറ്റു മാർഗങ്ങളിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചു. യൂണിഫോം ഇട്ടു കരുതി കുട്ടി പഠിപ്പൊക്കെ കഴിഞ്ഞോ? അതില്ല. അത് സ്കൂളിൽ പോവാൻ ഞാൻ കുട്ടിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രം പഠിക്കേണ്ടവനാ എന്നൊരു തോന്നൽ സ്വയം ഉണ്ടാക്കാനാ. അതിനാണ് ആ വേഷം കെട്ടുന്നത്. അങ്ങനെ ആ വഴിക്ക് സഞ്ചരിച്ച് എത്തണം. ഗുരുവായൂർ ബസ് കയറിയാൽ ഗുരുവായൂർ എത്തൊന്നുമില്ല. എത്തുമോ? ബസ് പോകണം വേണ്ടേ? ഗുരുവായൂർ ബസ് കയറിയിട്ട് ഗുരുവായൂരിലെത്തി പറഞ്ഞാൽ ശരിയല്ല. അത് പുറപ്പെട്ടു, അയാൾ എത്തും, എന്നല്ലെങ്കിൽ നാളെ എത്തും, ഉറപ്പാണ്. ഇതുപോലെ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം. എന്ത്? എനിക്കിത് നേടണം. അതാണ് പരമമായ ധർമ്മം. മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ
ഇത്രയും കാലം വിചാരിച്ചത് നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പണം ഉണ്ടാക്കലായിരുന്നു എന്നായിരുന്നു അല്ലേ? എപ്പോഴും ആരോഗ്യമായിട്ടിരിക്കുക എന്നതായിരുന്നു, എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ നേട്ടമായിട്ട്. ഇപ്പം മനസ്സിലായി എന്ത്? മനസ്സിലായോ? ഇല്ല. അല്ല, എന്നാൽ മനസ്സിലാക്കുക. അതൊന്നല്ല വേണ്ടത്. എന്നിങ്ങനെ മനസ്സിലാക്കലാണെന്ത്? അതാ വേണ്ടത്. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തി അധോക്ഷജേ അഹൈതുകി. ഞാൻ ഭഗവാനെ ഭജിക്കുന്നത് തുച്ഛങ്ങളായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്രതിഹത, എൻ്റെ ഭജനം ഇടയ്ക്ക് നിൽക്കണില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്താണ്? ഇടയ്ക്ക് ഐശ്വര്യം ഉണ്ടാകുമ്പോഴേ എൻ്റെ ഭജനം നിൽക്കുന്നു. ഇടയ്ക്ക് അധ്യായം വായിക്കണമെന്ന് നിന്ന് പോകുന്നുണ്ട്, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ഒഴിവുകഴിവ് പറയും. ഇന്ന് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, പരദൂഷണം പറയാൻ ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അധ്യായം ഇന്ന് വായിക്കേണ്ട വെച്ചു. നാളെ 2 അധ്യായം അധികം വായിക്കാം, കാര്യമില്ല. ഇന്ന് ഭക്ഷണം കഴിക്കേണ്ട, നാളെ 2 ചപ്പാത്തി അധികം കഴിച്ചാൽ പോരെ? അത് ചെയ്യാറുണ്ടോ? അതില്ല. അപ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് എന്തു ചെയ്യും? ആ കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വീഴ്ച സംഭവിക്കുന്നുണ്ട്, നമുക്ക് തന്നെ നഷ്ടം സംഭവിക്കുകയാണ്, വീഴ്ചയാണെന്ന് അറിയണം. വിട്ടു പോവും. വെളിച്ചത്തു നിന്ന് വിട്ടുപോയാൽ ഇരുട്ട് വരും ഉറപ്പാണ്. അതുകൊണ്ട് വെളിച്ചം വിട്ടുപോവാതെ കെടാണ്ടി നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്രതിഹത, തടസ്സം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു പക്ഷേ ജീവിതത്തിൽ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കൂടെ ആളുകളും കയ്യിൽ കാശൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഭഗവാനെ നിന്ദിക്കാൻ സാധ്യതയുണ്ട്. പലരും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പൊതുവേദിയിലൊന്നും ഈശ്വരനെ പറ്റി പറയാറില്ല, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. മറ്റുള്ളവരങ്ങനെയല്ല കേട്ടോ, അവരെപ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയാനൊരു മടിയില്ല. അതിപ്പോൾ ഇനി ഏത് സമ്മേളനത്തിനാണെങ്കിലും അവരത് പറയും. പല ടീച്ചർമാരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെൻഡ് ഓഫ് ഒക്കെ ആകുമ്പം ഇസ്ലാം മതസ്ഥർ ബഹുമാനത്തോടെ പറയുകയാണ്, അവരെ എതിർക്കാനൊന്നുമല്ല, അവരെ മോശമായിട്ട് പറയല്ല. ഈ ക്രിസ്ത്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർക്കൊരു മടിയില്ല. അവരെന്ത് പറയുമ്പോഴും എന്തെങ്കിലും ചോദിച്ചാൽ അവരിങ്ങോട്ട് ബൈബിളിലെ വചനമാണ് അയച്ചു തരിക. ഇന്ന ദിക്കിൽ ഇന്നത്ര എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അറിയാം. അത് പറയാൻ മടിയുള്ളൊരു കൂട്ടർ നമ്മളവിടെ അത് മോശമല്ല, ഈശ്വരനൊക്കെ പറയാൻ അങ്ങനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഇത്രയും കാലം എന്നൊക്കെ അധികം പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ടാവാം. ചില മഹാത്മാക്കൾ അങ്ങനെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കുറവാണ്. കഴിവും നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഭഗവാനെ മെല്ലെ എന്ത് ചെയ്യും? മാറ്റി നിർത്തും. ഐശ്വര്യമൊക്കെ ഉണ്ടായത് എൻ്റെ കേമത്തമാണെന്ന് ധരിച്ച് ഭഗവാനെ നമ്മൾ മറക്കാറുണ്ട്. ചിലക്ക് തിരിച്ചാ, ചിലക്ക് ഐശ്വര്യം വരുമ്പോൾ ഭഗവാനെ ഓർക്കുന്നവരുണ്ട്, ദുഃഖം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഭഗവാനെ പഴി പറയുന്നവരുണ്ട്. എനിക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായില്ലേ, കണ്ടില്ലേ, എൻ്റെ പ്രശ്നം കണ്ടില്ലേ, ഇത്രയും കാലം വായിച്ചിട്ട് എനിക്കൊരു ഗതി വന്നത് കണ്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ നല്ലൊരാചാര്യനല്ല. അത്രയേ ഉള്ളൂ. നാളെ ഞാൻ പറയില്ല എന്നർത്ഥമില്ല, പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കോളും. എന്ത് ഇത്രയും കാലം ഇയാൾ കാണിച്ചത് നാടകമായിരുന്നു എന്നുറപ്പിച്ചോളൂ. ആപത്ത് വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും ഭഗവാനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സംഭവിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവില്ലേ. ഞാൻ ഭഗവാനെ ഭജിക്കുന്നത് മരിക്കാണ്ടിരിക്കാനാ പറഞ്ഞാൽ അയാൾ വിഡ്ഢിയ, കാരണം മരിക്കും. അയാൾ ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിലും മരിക്കും. ഇവിടെ ശരീരം അതിൻ്റെ സ്വഭാവം കാണിക്കും. ചിലപ്പോൾ രോഗം വരും, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. ബന്ധുക്കൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വിട്ടുപോയി എന്ന് വന്നേക്കാം. സാഹചര്യമൊക്കെ പ്രതികൂലമായി എന്ന് വരാം. പക്ഷേ അതെന്നെ ബാധിക്കരുതെന്നേ ആര് പ്രാർത്ഥിക്കാവൂ? ഒരു സാധകൻ, വിവേകിയായ ഒരു സാധകൻ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കില്ല. പെയ്താലും പെയ്തില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഞാനതുകൊണ്ട് പ്രയാസപ്പെടരുത്, എനിക്കതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണേ. എന്താണ്? അതാ പ്രാർത്ഥന. പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചു പോയില്ലേ? ഭഗവാനെ ഭജിച്ചിട്ട് നോക്കൂ, എന്താ നമ്മൾ പറയാൻ. പക്ഷെ അത് അദ്ദേഹത്തിനെ ഒന്ന് വിഷമിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിനെ അതിക്രമിച്ചു. ആ ദുഃഖം അയാൾക്ക് ഇല്ലേണ്ടേ, കാരണം ഭഗവാനെ ഭജിച്ചതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആപത്ത് വരില്ല എന്നല്ല, ആപത്തൊക്കെ വരും, പക്ഷെ അത് അവരെ ബാധിക്കില്ല, അത് അവരെ തൊടില്ല, അതൊന്നും അവർക്കൊരു വിഷയമല്ല. ആ പാകത്തിന് നമ്മളെ ഉയർത്തുക, അതാ പറയുന്നത്. എനിക്ക് കൂടിയിരിക്കണം, നിങ്ങളെ മുഴുവൻ എനിക്ക് നേരെയാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ നേരെയാവാം, അതിന് ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ബാധിക്കാത്ത മട്ടിൽ എനിക്ക് എന്നെ എന്ത് ചെയ്യാം? നേരെയാക്കാം, അത്രേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഭാഷ നേരെയാക്കാനും നിങ്ങളുടെ പ്രവൃത്തി നേരെയാക്കാനൊന്നും ഞാൻ കൂട്ടിയാൽ കൂടില്ല. പക്ഷെ അവരെന്ത് പ്രവർത്തിച്ചാലും എൻ്റെ മനസ്സിൽ വിഷമമാവാത്ത വിധം എനിക്ക് എൻ്റെ മനസ്സിന് എന്ത് ചെയ്യാം? നേരെയാക്കാം. ഇതൊന്നല്ല, കുടുംബത്തിലാണെങ്കിലും ഭാര്യയോടൊക്കെ പറഞ്ഞു നോക്കാം, അത്രേ പറ്റുള്ളൂ. മക്കളോടൊക്കെ പറഞ്ഞു നോക്കാം, ഭർത്താവിനോടാണെങ്കിൽ പറഞ്ഞു നോക്കാം, അച്ഛനോട് അമ്മയോട് പറഞ്ഞു നോക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിനാക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം?
പിന്നെ അത് എന്നെ ബാധിക്കാതിരിക്കാനുള്ളൊരു കവചം, നാരായണ കവചം നമ്മൾ ധരിച്ചാൽ മതി. അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. എന്നെ ബാധിക്കുന്നില്ല, അത്രേ പറ്റുള്ളൂ. അതാണ് മുഖ്യം. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുകീ അപ്രതിഹത യേനാത്മാ സുപ്രസീദതി. ആത്മാവ് പ്രസാദിക്കുക, തൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന പ്രവൃത്തി, ലോകത്തിന് നന്മ ഉണ്ടാവുന്ന കാര്യം, ശാന്തി ഉണ്ടാവുന്ന കാര്യം ചെയ്യുക. അത് ചെറുതാണെങ്കിൽ ചെറുത്, ഇന്നതൊന്നുമില്ല. അതാണ് അധികം ആചാര്യന്മാർ പറയും, നമ്മൾ കേട്ട ശാസ്ത്രം ഫലിക്കണമെങ്കിൽ ഒരു ചിട്ട ഉണ്ടാവണമെന്ന് പറയും. ഏത് ശാസ്ത്രമാണെങ്കിലും ഫലിക്കണമെങ്കിൽ ദിവസവും എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുക. ഇന്നതൊന്നുമില്ല, അത് അവനവൻ തീരുമാനിക്കുക എന്താ നമുക്ക് സൗകര്യച്ചാൽ അത് മുടങ്ങാണ്ട് ചെയ്യുക. ചിലർ ദാനം ചെയ്യണവരുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹം ബാഗിൽ എപ്പോഴും 2-3 മിഠായി വയ്ക്കും, കടല മിഠായി. കുട്ടികളെ കണ്ടാൽ കുട്ടികൾക്ക് കൊടുക്കും, ഇനി കുട്ടികളെ കണ്ടില്ല വയസ്സന്മാർക്കും കൊടുക്കും. കുട്ടികളാരും കണ്ടില്ലെങ്കിൽ ഇത് അദ്ദേഹം ചിലവാക്കും. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഭക്ഷണമൊന്നും വാങ്ങി കൊടുക്കാനുള്ള കേമത്തല്ല, അത്രയ്ക്കൊന്നും കാശും കയ്യിലില്ല, സാധിക്കില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു കർമ്മം അത് എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്ഠയ്ക്ക് ചെയ്യുകയാണ്. ഗീത പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിക്കുന്ന ഗീത ഉൾക്കൊള്ളാൻ എന്തെങ്കിലും ഒരു കർമ്മം, സൽക്കർമ്മം ശ്രദ്ധയോടുകൂടി ദിവസവും ചെയ്യുക. ഇതുപോലെ അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ട്. ഒരു കർമ്മം നമ്മൾ ഒരു സാധകന് ഇതൊക്കെ ആവശ്യമാണ്. സിദ്ധനെ സംബന്ധിച്ചൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് പുസ്തകം വായിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരു സാധകനെ സംബന്ധിച്ച് ധർമ്മം മുഖ്യമാണ്. ചില ചിട്ടകളുണ്ടെങ്കിലേ ഈ പറയണതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. നമുക്ക് നമ്മൾ തന്നെ ഒരു വിശ്വാസം വേണ്ടേ. ഇപ്പം നമ്മളെ കഥ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ എന്തില്ല, എന്നെക്കൊണ്ടൊന്നും എനിക്ക് തോന്നണില്ല, എനിക്കിതൊന്നും പറ്റുന്നു. അതാണ് പ്രശ്നം. അതെന്താ ചോദിച്ചാൽ നിത്യമായിട്ട് എന്തില്ല, ഒരു ചിട്ടയില്ലാത്തതുകൊണ്ടാണ്. നേരെ മറിച്ചൊരു 10 ദിവസം 21 ദിവസം ഗായത്രിയൊക്കെ ജപിച്ച് നമ്മളൊക്കെ നിവർന്നിരും അടുപ്പിച്ച് കുറച്ച് അധ്യായമൊക്കെ വായിച്ചു നോക്കും, നമുക്ക് മനസ്സിലാവുന്നു എനിക്കിത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പറ്റും. ശ്രദ്ധിക്കണേ, ബ്രാക്കറ്റിൽ എന്തുണ്ട്? എനിക്കിത് പറ്റുന്നല്ല, എനിക്കിത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിക്കും. ഞാൻ നല്ല കർമ്മ ചെയ്യണത്, അതിന് ഭഗവാന്റെ ആനുകൂല്യം ഉണ്ടാവും, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, അതുകൊണ്ട് ഭഗവാൻ ഇത് മംഗളമാക്കും. ആദ്യം അവനവനൊരു വിശ്വാസം, അത് മുഖ്യമാണ്. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ. ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾക്കാണ് കുറച്ച് കഴിയുമ്പം ഹൃദയം ശുദ്ധമായാൽ ഈശ്വര കഥയിൽ ശ്രദ്ധ ഉണ്ടാവും. എന്താണ് ഈശ്വര കഥയിൽ ശ്രദ്ധ ഇല്ലാത്തവരപ്പം എന്ത് ചെയ്യണം? ആദ്യം തൻ്റെ ധർമ്മം അത് വൃത്തിയിൽ അനുഷ്ഠിക്കുക. അങ്ങനെ വൃത്തിയിൽ അനുഷ്ഠിച്ച് വരുന്നൊരു വ്യക്തിക്ക് എന്ത് ശ്രദ്ധ ഉണ്ടാവും? ഈശ്വര കഥ കേൾക്കുമ്പം അത് ശ്രദ്ധിച്ച് കേൾക്കാൻ തോന്നും, കേട്ടത് മനസ്സിലാവും. നോത്പാദയേത് യതിരതിം. ഇനി ഒന്ന് പറയട്ടെ, നമ്മൾ ചെയ്യണ കർമ്മം കൊണ്ട് നമുക്ക് ഈശ്വര കഥയിൽ ശ്രദ്ധ വരുന്നില്ലെങ്കിൽ ആ കർമ്മം എന്താണ്? ശ്രമ ഏവഹി കേവലം. അത് വെറും കായക്ലേശം, അധ്വാനം മാത്രം. നോക്കുന്നുണ്ട്, ഭാര്യ നോക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ഈശ്വര കഥാശ്രവണത്തിൽ രുചിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതൊക്കെ എന്തായി? ഒക്കെ വെറുതെ ആയിട്ട് വെറുതെ സമയം പോയി എന്നല്ലാതെ. ശ്രമ ഏവഹി കേവലം. എന്നിട്ട് പറയാണ് ധർമ്മസ്യ അപവർഗ്യസ്യ. ഇവിടെ പുരുഷാർത്ഥങ്ങൾ പറയുമല്ലോ, 4 എന്ന് പറയും: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ശരിക്കും പ്രധാന പുരുഷാർത്ഥം എന്താ? എന്താ എന്താ പുരുഷാർത്ഥങ്ങൾ എത്ര എണ്ണം? 4. ഏതൊക്കെയത്? ധർമ്മം, അർത്ഥം, കാമം. അതിലെ പ്രധാന ഏതാ? ഇപ്പോഴും മനസ്സിലായില്ല. പ്രധാനം മോക്ഷം. ധർമ്മമൊന്നുമല്ല, പ്രധാനം എന്താണ്? മോക്ഷം. പ്രധാനം ധർമ്മം പ്രധാനം എന്നല്ല കേട്ടോ. പ്രധാനം എന്താണ്? ധർമ്മം അധർമ്മം എന്നുള്ളതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ ആപേക്ഷിക. ഇന്നുള്ള ധർമ്മം ആവില്ല നാളെ, ഇത്ര നേരമുള്ള ധർമ്മം ആവില്ല രാത്രിയായാലും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയില്ല എൻ്റെ ധർമ്മ 12 മണിയായിട്ട് നിർത്തിയില്ലെങ്കിലോ രാത്രി. അത് ധർമ്മമല്ല, ഒരു മര്യാദയല്ലേ ചോദിക്കും. അപ്പോൾ അതായത് ധർമ്മം മാറിക്കൊണ്ടിരിക്കും. അക്കാലത്തുള്ള ധർമ്മമല്ല പണ്ടത്തെ കാലത്ത് ധർമ്മം ഇപ്പം ആണോ? നാളെ പിന്നെയും മാറും. കാലം മാറിക്കൊണ്ടിരിക്കണില്ലേ? പണ്ടൊക്കെ സമ്പ്രദായമൊക്കെ നോക്കുക എത്ര വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അയ്യേ തോന്നാറില്ലേ? ഇല്ലേ? പഴയതൊക്കെ ആലോചിക്കുമ്പം ഇല്ല. ഇന്നത്തതും കുറച്ച് കഴിഞ്ഞാൽ അയ്യേ തോന്നിയിരിക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പം ധർമ്മമൊക്കെ മാറിക്കൊണ്ടിരിക്കും, അതിലൊന്നുമില്ല. മോക്ഷമാണ് പരമപുരുഷാർത്ഥം. എന്താണ് മോക്ഷം? അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം എന്നൊക്കെ പറഞ്ഞതോ അതെന്തിനാ ചോദിച്ചാൽ, ധർമാനുഷ്ഠാനം എന്തിനു ചോദിച്ചാൽ പരലോകത്ത് പോയി സുഖമായിട്ടിരിക്കാനല്ല. എന്താണ് ഇവിടെ ധർമാനുഷ്ഠിക്കുന്നത്? പരലോകത്ത് പോയി സുഖമായിട്ടിരിക്കാനല്ല. ധർമാനുഷ്ഠാനം ചിത്തശുദ്ധിക്കുക. എന്തിനാണ്? നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയണത്? ധർമാനുഷ്ഠിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ എന്താ പറയുക? നമുക്ക് ലാഭം പറയൂലേ, എന്നെ മക്കളെ നോക്കണത് എന്തിനാ? അവർ കുറച്ച് ഞാൻ നോക്കും നമ്മളെ.
മകൻ അമേരിക്കയിൽ പോകുമ്പോൾ ഇനിയും കൊണ്ടുപോകും, പിന്നെ കൊണ്ടുപോയത് തന്നെ. നമ്മളതാ പറയുക. അതല്ല, മക്കളെ നോക്കണത് എന്തിനാ ചോദിച്ചാൽ അതെൻ്റെ കടമയാണ്. ഞാനത് ചെയ്യണത് എൻ്റെ ചിത്തം ശുദ്ധമാവാൻ. എന്തിനാണ്? എൻ്റെ മനസ്സ് ശുദ്ധമാവാൻ. ആ മക്കളെ ഈശ്വരനായിട്ട് കണ്ട് അതിനെ കുളിപ്പിക്കുക, അതിനെ പാട്ടുപാടി ഉറക്കുക. ഉണ്ണികൃഷ്ണനെ കിട്ടിയതാ, ഭഗവാനെ ആരാധിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായി എന്നുള്ള മട്ടിൽ ഒന്നും പ്രതീക്ഷിക്കാതെ വളർത്തുക. എന്തിനാ ചെയ്യണത് ചോദിച്ചാൽ ഉത്തരം എന്താ? ചിത്തശുദ്ധി. എന്താണ്? മനസ്സിലാക്കുക, ഇനി മനസ്സിലാക്കുക, അതുവരെയുള്ള പോട്ടെ. ഇനി അങ്ങോട്ട് ഈ ചെയ്യണ കർമ്മം കൊണ്ട് ഉദ്ദേശം എന്താണ്? ധർമ്മം അനുഷ്ഠിക്കണത് ചിത്തശുദ്ധിക്കുക. നാ അർത്ഥോ അർത്ഥായോപകൽപ്പതേ. കാശുണ്ടാക്കുന്നത് എന്തിനാണ്? അത് ബാങ്കിലിടാനല്ല, അത് ധൂർത്ത് കാണിക്കാനല്ല. അർത്ഥം സമ്പാദിക്കുന്നത്, അർത്ഥം പുരുഷാർത്ഥത്തിൽ പെട്ടതാണ്. അതെന്തിനാ ചോദിച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. എന്തിനാണ്? അർത്ഥം കാശ്, സത്സംഗം നടത്തണമെങ്കിൽ കാശ് വേണ്ടേ? ഇവിടെ ലൈറ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ നേരെയാക്കണ അതിനൊക്കെ ചിലവില്ലേ? ഭക്ഷണം വേണമെങ്കിൽ അതിന് കാശ് വേണ്ടേ? ഇങ്ങനെ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണെന്ത്? അതിനാണ് അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടത്, ധൂർത്ത് കാണിക്കാനല്ല. പക്ഷെ നമ്മൾ തിരിച്ചാൽ ധർമ്മം അനുഷ്ഠിക്കണത് എന്തിനാ? ലാഭത്തിന് വേണ്ടിയിട്ട്, നേട്ടത്തിന് വേണ്ടിയിട്ട്. കാശുണ്ടാക്കണത് എന്തിനാ? അത് തൻ്റെ കേമത്തം കാണിക്കാൻ അല്ല. അപ്പോൾ കാമം എന്തിനാണ്? കാമം നേന്ദ്രിയപ്രീതി. ഇന്ദ്രിയപ്രീതിക്കല്ല കാമം അനുഭവിക്കാൻ പറയണത്. കാമം എന്തിനാ ചോദിച്ചാൽ ഈ ശരീരം നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എന്താണ്? ഭക്ഷണം കഴിക്കാണ്ട് കഥ കേൾക്കാൻ പറ്റുമോ? ക്ഷീണിക്കില്ലേ? ഇപ്പം രുചി നോക്കിയിട്ടല്ല കഴിക്കണത്. നമ്മളിപ്പം കഴിക്കണത് എങ്ങനെ? എന്ത് നോക്കിയിട്ടാ? ആരോഗ്യം നോക്കിയിട്ടാ? രുചി നോക്കിയിട്ടാണ്. അങ്ങനെ ആവരുതേ എന്നാണ്. കാമസ്യ നേന്ദ്രിയപ്രീതി. കാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയപ്രീതിയല്ല. ഇനി ഏത് കാമാണെങ്കിലും കല്യാണം കഴിച്ചു, കാമത്തിന് വേണ്ടിയല്ല. എന്തിനത്? ഇന്ദ്രിയപ്രീതിക്കല്ല. ഇന്ദ്രിയങ്ങൾ എനിക്ക് ഭഗവാനിലെത്താൻ തടസ്സമാണ്. അപ്പോൾ തൽക്കാലം അതിനൊന്നും എന്ത് ചെയ്യണം? ഒന്ന് ഒതുക്കണം. അത് പല ദിക്കിലേക്ക് ഓടാണ്ടിരിക്കാൻ ഒന്നിലേക്ക് കേന്ദ്രീകരിച്ചു. അതിനാണ് കല്യാണം കഴിച്ചത്. എന്താണ്? ഇനി ഒതുങ്ങുക. കുറച്ച് കാലം അങ്ങനെ ഈശ്വരാർപ്പണമായിട്ട് ഒരു മര്യാദയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് ബോധ്യവും. അങ്ങനെയാകുമ്പോഴോ ഈശ്വരനിലേക്ക് തിരിയാൻ എളുപ്പമുണ്ട്. കാമസ്യ നേന്ദ്രിയപ്രീതി ലാഭോ ജീവേതയാവത. ഇനി പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ജീവസ്യ തത്വജിജ്ഞാസ. ഇങ്ങനെ കഴിയൊരു വ്യക്തിക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? തത്വജിജ്ഞാസ. എന്താണ്? തത്വം അറിയണം എന്നൊരു മോഹം ഉണ്ടാവും. ഇതാണ് മുഖ്യം. തത്വമാണ് മോക്ഷം. അതറിഞ്ഞാൽ മോക്ഷമായി. മോക്ഷമാണ് പരമപുരുഷാർത്ഥം. പക്ഷേ അധികം പേരും മോക്ഷത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നതിൽ നമ്മുടെ കയ്യിലൊന്നും എന്തില്ല. നമ്മുടെ ചിന്തയിൽ തന്നെ മോക്ഷത്തെപ്പറ്റി, മോക്ഷം എന്ന് പറഞ്ഞാൽ മരണം ധരിച്ചവരുണ്ട്. മോക്ഷമൊന്നും വേണ്ടേ? നമ്മൾ വിചാരം മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നതാണ്. ഒന്നുമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കുന്നതിനാണ് എന്ത് പറയണത്? മോക്ഷം എന്ന് പറയണത്. അതുകൊണ്ട് ധർമ്മം ധർമ്മത്തിന് വേണ്ടിയല്ല, അർത്ഥം അർത്ഥത്തിന് വേണ്ടിയല്ല, കാമം കാമത്തിന് വേണ്ടിയല്ല. ഇതൊക്കെ എന്തിനു വിധിച്ചു ചോദിച്ചാൽ മോക്ഷത്തിലേക്ക് എത്താൻ. ജീവസ്യ തത്വജിജ്ഞാസ. ജീവന് തത്വം അറിയണം എന്നൊരു വിചാരം ഉണ്ട്. എന്താ ഉണ്ടാവാൻ കാരണം? ജീവൻ ബ്രഹ്മത്തിൻ്റെ അംശ. പരിമിതി ഉണ്ട്, പറയണതിനൊക്കെ പരിമിതി ഉണ്ട്. എന്നാലും പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ബ്രഹ്മത്തിൻ്റെ അംശ നമ്മളൊക്കെ. നമുക്ക് എന്താവണമെന്ന് ആഗ്രഹമുണ്ട്? പൂർണ്ണമാവണമെന്ന് ആഗ്രഹമുണ്ട്. എന്താവണമെന്ന്? നമ്മൾ പൂർണ്ണരാണ്. എന്താ അതിനുള്ള തെളിവ്? ഒരു രോഗം വന്നാൽ മാറണമെന്ന് ആഗ്രഹമില്ലേ? അതിൻ്റെ തെളിവ് എന്താണ്? ഇല്ല. തലവേദന വന്നു, ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, മാറണം തോന്നണില്ലേ? ഇല്ല, തോന്നണില്ല. ഒരു രോഗം വന്നാൽ അത് മാറണം തോന്നുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഇതെൻ്റെ ശരിക്കുള്ള സ്വഭാവമല്ല, അല്ലെങ്കിൽ ഇതെൻ്റെ ശരിക്കുള്ള സ്ഥിതിയല്ല എന്ന് അറിയണത് കൊണ്ടല്ലേ ഇതൊന്നും മാറണം തോന്നുന്നത്. ഞാൻ അങ്ങനെയല്ല, തോന്നണില്ലേ? ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഇവിടെ ഒരു വേദന അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആര് പറഞ്ഞു? അങ്ങനെ വേദനിക്കാത്തവനാണ് ഞാൻ എന്നറിയാം. നമ്മുടെ സ്വരൂപം സുഖമാണ്. അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ നമുക്കറിയും ഇതല്ല ഞാൻ എന്നറിയണുണ്ട്. അതുകൊണ്ട് ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. ആനന്ദത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷെ വഴി മാറിപ്പോവുക. എന്താണ്? നമ്മുടെയൊക്കെ ലക്ഷ്യം തത്വം അറിയണം എന്നാണ്. തത്വം അറിഞ്ഞാലേ ആനന്ദം ഉണ്ടാവുള്ളൂ. ഈശ്വരനെ അറിഞ്ഞാലേ നമ്മൾ ആരാവുള്ളൂ? പൂർണ്ണരാവുള്ളൂ. കാരണം നമ്മൾ അവിടുന്ന് പുറപ്പെട്ടതാണ്. ആ ഈശ്വരനെ പൂർണ്ണമായിട്ട് അറിയണം. പക്ഷേ അധികം സംഭവിക്കണമെന്ന് എന്താ ചോദിച്ചാൽ, ഈശ്വരനെ അറിയണം എന്നാണ് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പോലും തിരിച്ചറിയാതെ പല വഴിക്കും പോയി സമയം ഇങ്ങനെ ചുട്ടു കളയുക. ജീവസ്യ തത്വജിജ്ഞാസ. ജനിച്ച കുട്ടി കരയണത് എന്തിനാ? ഈശ്വരനെ കിട്ടാനാ. പക്ഷെ നമ്മൾ കുട്ടിക്ക് പാല് കൊടുത്തു, പിന്നെ കുട്ടിക്ക് ഈശ്വരനെ വേണമെന്നില്ലാണ്ടി.
പിന്നെ കുട്ടിക്ക് ഇത് നിസ്സാരം തോന്നി, ഈശ്വരനെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും കരയുമ്പോൾ നമ്മൾ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. അപ്പോൾ കുട്ടി തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെടും. നമ്മൾ തൃപ്തിപ്പെടേണ്ട പോലെ നമുക്കിപ്പോൾ എന്തുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടു, കുഴപ്പമില്ല അല്ലേ, പലതും കിട്ടി. അവസാനം കുട്ടി എല്ലാം വലിച്ചെറിഞ്ഞ് കരയുമ്പം അമ്മ ഓടി വരും, അമ്മയെടുക്കും. കുട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കരയണത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വല്ലതും കിട്ടിയാൽ അവൻ പിടിച്ചിരിക്കും കുറച്ച് നേരമൊക്കെ. അവസാനം എല്ലാം വിട്ട് കരഞ്ഞാൽ അമ്മ വരും. ഇതുപോലെ നമ്മൾ കരയണത് ഈശ്വരന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ആരെ മറക്കും? ഈശ്വരനെ മറന്നു. ജോലി കിട്ടിയപ്പോൾ ഈശ്വരനെ മറന്നു. വീണ്ടും കരഞ്ഞപ്പം നമുക്ക് കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഈശ്വരനെ മറന്നു. വീണ്ടും കരഞ്ഞപ്പം ഈശ്വരന് വേണ്ടിയാണ് കരയണത്, അപ്പോൾ കുട്ടിയെ കൊടുത്തു ഈശ്വരൻ. അപ്പം പിന്നെ അതും പിടിച്ചിരുന്നു, ഭഗവാനിലേക്ക് എത്തുന്നില്ല. ജീവസ്യ തത്വജിജ്ഞാസ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തത്വം അറിയലാണ്. ഇവിടെ ജനിച്ചാൽ കല്യാണം കഴിഞ്ഞോ ഇല്ലേ, ജോലി കിട്ടിയോ ഇല്ലേ, അതൊന്നും വിഷയമല്ല. മുഖ്യം ഈശ്വരനെ അറിഞ്ഞോ. എന്താണ് അറിഞ്ഞോ ഇല്ല, എന്നാൽ പിന്നെ വെറുതെയായി. ഇനി എന്തൊക്കെ നേടി പറഞ്ഞിട്ട് കാര്യമില്ല, ഈശ്വരനെ അറിഞ്ഞില്ലെങ്കിൽ വെറുതെയായി. അപ്പോൾ ചോദ്യം, എന്താണ് ഈ തത്വം? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ഈ തത്വത്തെ പലരും പല പേര് വിളിക്കാറുണ്ട്. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഒക്കെ ശബ്ദതേ, ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങളുണ്ടെന്ന് അർത്ഥം. ഇങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. പേരുകളൊക്കെ പലതും ഉണ്ടാവും. നമുക്ക് തന്നെ ഇപ്പോൾ എത്ര പേരുണ്ട്? വീട്ടിൽ നിന്ന് വിളിക്കുക ഒന്ന്, അച്ഛൻ വിളിക്കുക ഒന്ന്, അമ്മ വിളിക്കുക വേറെ, നാട്ടുകാർ വേറെന്തോ വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പല പേരുകൾ നമുക്കുണ്ട്. പക്ഷെ ആളൊന്നല്ലേ, ഒരാൾ തന്നെയാണ്. പക്ഷെ ആ ആളെ പല പേര് വിളിക്കണം. ഇതുപോലെ തത്വം ഒന്നേ ഉള്ളൂ, പലതില്ല. പക്ഷെ ആ ഒരേ ഒരു തത്വത്തെ പലരും സൗകര്യത്തിന് പല പേര് വിളിക്കാറുണ്ട്. ബ്രഹ്മാവി എന്ന് വിളിക്കും, ചിലർ പരമശിവ എന്ന് വിളിക്കും, ചിലർ വിഷ്ണു ഭഗവാനെ എന്ന് വിളിക്കും, ചിലർ ഭഗവതി എന്ന് വിളിക്കും, ചിലർ അയ്യപ്പ എന്ന് വിളിക്കും, ചിലർ കുട്ടിച്ചാത്ത എന്ന് വിളിക്കും. എന്താ വെച്ചാൽ വിളിച്ചോളൂ. ഒരേ ഒരു തത്വം, അത്രയേ ഉള്ളൂ. ഒരേ ഒരു തത്വം പലതായി പ്രകാശിക്കുന്നു. ഒരു വിളക്കാണ്. ആ വിളക്ക് ഞാനൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചു. എന്താണ്? ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ടോ ആ പാത്രത്തിൽ 10 ദ്വാരം ഉണ്ടാക്കി. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തായി? 10 വെളിച്ചം. എത്ര? 10 എണ്ണല്ലേ, ഒന്നേ ഉള്ളൂ, ഒരു വിളക്കേ ഉള്ളൂ. പക്ഷേ ആ 10 ദ്വാരം ഉണ്ടാക്കിയപ്പോൾ അതിലൂടെയൊക്കെ പ്രകാശിക്കുകയാണ്. ഒരേ ഒരു സത്യം, ഒരേ ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഒരു തത്വമാണ് ബ്രഹ്മാവിലൂടെയും പരമശിവനിലൂടെയൊക്കെ. അതൊക്കെ വേഷമാണ്, വസ്തുവിന് മാറ്റമില്ല. പല പേര് നമ്മൾ വിളിക്കണമെന്നേ ഉള്ളൂ, വസ്തുവിനൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇത് ഉറപ്പിക്കണം. അങ്ങനെയാണ് പടിപടിയായിട്ട് നമ്മൾ ഉയരുക. ഇതുതന്നെയാണ് വാസ്തവം പറഞ്ഞാൽ ഭാഗവതം. ഇതറിഞ്ഞ എന്താ ഗുണം? ഭിദ്യതേ ഹൃദയഗ്രന്ഥി. ഹൃദയഗ്രന്ഥികളൊക്കെ പൊട്ടും. ഹൃദയഗ്രന്ഥികൾ പൊട്ടെന്ന് പറഞ്ഞാൽ സൂക്കടാവുന്നല്ല, വയ്യാണ്ടിയാവും, ആസ്പത്രി അതല്ല. ഹൃദയഗ്രന്ഥി പറഞ്ഞാൽ ബന്ധനം, മമത. അതാണ് ബന്ധം. എൻ്റെ, ഞാൻ, എൻ്റെ, ഞാൻ. നമുക്ക് ചിലതിൽ മാത്രം എൻ്റെ വയ്ക്കുകയാണ്. ഭാര്യയിൽ, മക്കളിൽ, പണത്തിലൊക്കെ എൻ്റെ എന്ന് വെച്ചിട്ട് ദുഃഖിക്കുകയാണ്. ഇതാണ് നമ്മളെ ബുദ്ധിമുട്ടിയത്. നമുക്ക് പ്രശ്നമില്ലെങ്കിലും നമുക്ക് പ്രശ്നമുണ്ട് ഇല്ലേ? നമുക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? മക്കൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രയാസമല്ലേ? അല്ലേ? അല്ല. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞാൽ നമുക്ക് പ്രശ്നമായി. ഒന്നുമില്ല, നമുക്ക് TV കണ്ടു, ഇത്രയും കുഴപ്പമുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ആ കാശ് നമ്മൾ ഇട്ടത് കുറഞ്ഞു എന്ന് അറിയുമ്പോഴേക്കും ഇല്ലേ, ബാധിക്കുന്നില്ലേ? അതിലൊക്കെ എൻ്റെന്ന് വെച്ചോണ്ടല്ലേ. അതാണ് ബന്ധം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി. ആ ഗ്രന്ഥികളൊക്കെ ഇല്ലേണ്ടിയാവും, മമത പോകുന്നർത്ഥം. ഛിദ്യന്തേ സർവസംശയാ. സംശയങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് കുറേ സംശയമില്ലേ? ഇല്ലേ, എങ്ങോട്ടാ തിരിഞ്ഞിരിക്കണ്ടോ, കിഴക്കോട്ടോ തെക്കോട്ടോ, ഭഗവാനെ എങ്ങോട്ടാ തിരിച്ച് വെക്കണ്ടോ, അങ്ങനെ കുറേ സംശയം നമുക്കില്ലേ? വിളക്കിൽ തിരി കെട്ടുപോയാൽ എന്ത് ചെയ്യും? യൂട്യൂബ് നോക്കും, അങ്ങനെ കുറേ കാണാം. തുളസിത്തറ ഇന്ന ഭാഗത്ത് വെച്ചാൽ എന്താ ഫലം? 3 നേരം നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം എന്നൊക്കെ അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ കുറേ സംശയം ഉണ്ടല്ലോ. എന്താ ചെയ്യണ്ടോ, എന്താ വേണ്ടു, ഇതൊക്കെ അങ്ങോട്ട് തീരും. പിന്നെ എന്തില്ല, പിന്നെ ഒരു സംശയവുമില്ല, ആരോടൊന്നും ചോദിക്കണമില്ല. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരിക. ഉറപ്പ് വന്നാൽ പിന്നെ എന്തില്ല, പിന്നെ സംശയമില്ല. ആർക്കും അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ആരെന്ത് പറഞ്ഞാൽ അയാൾക്ക്, ഉറപ്പുള്ള ആൾക്ക് ഏശില്ല. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി. അയാൾക്ക് പിന്നെ എന്തില്ല, കർമ്മങ്ങളൊന്നുമില്ല. ദൃഷ്ട ഏവ ആത്മനി ഈശ്വരേ. തൻ്റെ ആത്മാവിൽ ഈശ്വരനെ കാണുകയാണ്. എല്ലാവരിലും ഈശ്വരനെ കാണുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എന്തില്ല, അയാൾക്ക് പിന്നെ ദുഃഖമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗവതം. പിന്നെ അവതാര മഹിമയെ പറ്റി ചോദിച്ചപ്പോൾ അതൊന്ന് വിസ്തരിച്ചു. ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി ഒന്ന് വിസ്തരിച്ചു.
എല്ലാം ഭഗവാന്റെ അവതാരം തന്നെയാണ്. പക്ഷേ ആദ്യം നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, നമുക്ക് ഈശ്വരാംശം തോന്നുന്നതിൽ ഈശ്വരനെ കണ്ടോളൂ. ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും അയാൾക്കൊരു ചൈതന്യമുണ്ട് കേട്ടോ, അയാളെ കാണുമ്പോൾ ഒന്ന് നമസ്കരിക്കാൻ തോന്നുന്നുണ്ട്. അയാളെന്നല്ല, ആരെ കണ്ടാലും നമസ്കരിക്കണം. എല്ലാവരും തോന്നണില്ല, അന്ന് തൽക്കാലം അപ്പോൾ അയാൾ കാണും. അയാളുള്ളതും കൂടി ഇല്ലാണ്ടിയാക്കണ്ട, അയാൾ അവിടെ ഇരിക്കട്ടെ. അയാളിൽ ഈശ്വരനെ കാണുക, പിന്നെ പിന്നെ മനസ്സിലാക്കുക എല്ലാവരിലും ആരുണ്ട്, ഈശ്വരനുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ കണ്ണടയ്ക്കാ പ്രശ്നം, അയാൾക്കല്ല എന്ന് മനസ്സിലാക്കി എല്ലാവരിലും ഒരേ ഒരു ചൈതന്യമാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. അങ്ങനെ കുറച്ച് അവതാരങ്ങളെപ്പറ്റി വിസ്തരിക്കുന്നുണ്ട്. അതാണ് ആ ഒരു അധ്യായത്തിൽ, 3-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് കുറച്ച് അവതാരങ്ങൾ. പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, കുറച്ച് 10-20 അവതാരങ്ങളെ പറ്റി പറഞ്ഞു. അതിൽ തന്നെ കുറച്ച് പ്രധാനമായിട്ട് 10 അവതാരങ്ങൾ, അതിൽ തന്നെ 2 അവതാരങ്ങൾ രാമനും കൃഷ്ണനും, ഇങ്ങനെയൊക്കെ ഒന്ന് വർണ്ണിച്ചു. അപ്പോഴാണ് ചോദ്യം ഈ ഭാഗവതത്തെ പറ്റി. കസ്മിൻ യുഗേ പ്രവൃത്തേയം. ഈ ഭാഗവതം രചിച്ചത് വ്യാസരാണ് കേട്ടോ. വ്യാസർ തൻ്റെ മകനായിട്ടുള്ള ശ്രീശുകർക്ക് പറഞ്ഞു കൊടുത്തു. ശ്രീശുകർ അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദർഭം, അദ്ദേഹത്തിന് ശാപം കിട്ടി. 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ആ ഗംഗയുടെ തീരത്ത് പോയിരുന്ന സമയത്താണ് ആര് പറഞ്ഞു കൊടുത്തത്? ശ്രീശുകർ അവിടെ എത്തിയിട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ചോദ്യം, അതെന്തേ ഉണ്ടായി, ഏത് കാലത്ത് അതൊക്കെ നടന്നത്, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. അതിനുത്തരമായിട്ട് പറഞ്ഞു, ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതപരാശരാത് യോഗി വാസവ്യാം കലയാ ഹരേഹേ. ശ്രീഹരി തന്നെ അവതരിച്ചു വ്യാസരായിട്ട്. ആരായിട്ട്? വ്യാസരാരാപ്പം? ഒക്കെ ഭഗവാന്റെ ഒരു അവതാരമാണ് വ്യാസൻ. വ്യാസന് മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പോൾ ആരാ? ഭഗവാന്റെ അവതാരങ്ങളാണ്. പറയൊന്നും വേണ്ട, പുറത്തിറങ്ങി ഞാൻ എന്നല്ല, എല്ലാവരുമാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ. ഞാൻ മാത്രം എന്ന് പറയുമ്പോഴാണ് കുഴപ്പം. ഇവിടെ ഉള്ളവരൊക്കെ ദൈവങ്ങൾ തന്നെയാണ്. ചിലർ പറയും ആൾ ദൈവം എന്നൊക്കെ പറയും. ദൈവം അല്ലാത്ത ഒരാളെ കാണിച്ചു തരൂ, അങ്ങനെ ഒരാളില്ല. അതാണ് കഥ. അങ്ങനെ വ്യാസൻ ആയിട്ട് ഭഗവാൻ അവതരിച്ചു. എന്തിനാത്? ഓരോ അവതാരത്തിനും ലക്ഷ്യം ഉണ്ടാവും. ധർമ്മത്തെ സ്ഥാപിക്കുക, ലോകനന്മ, ശാന്തി. അങ്ങനെ അദ്ദേഹം വഴിതെറ്റി സഞ്ചരിക്കുന്ന മനുഷ്യരൊക്കെ ശാന്തി അനുഭവിക്കണമെന്ന് കരുതിയിട്ട് അദ്ദേഹം ഋഗ് യജുസ് സാമ അഥർവാഖ്യ വേദാശ്ചത്വാര ഉദ്ധൃത. ഋഗ്, യജുസ്, സാമം, അഥർവം, ഇങ്ങനെ അദ്ദേഹം വ്യസിച്ചു വേദത്തെ. ശരിക്കും പറഞ്ഞാൽ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. അതൊന്നേ ഉള്ളൂ കേട്ടോ. എന്താണ്? തത്വം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഋഗ്, യജുസ്, സാമം എന്നൊക്കെ പറയണത് അത് സൗകര്യത്തിന് വേണ്ടി പറയുകയാണ്. വേദം എന്നുള്ള പുസ്തകം എന്ന് പറയുമ്പോഴും പുസ്തകത്തിലെല്ലാം ആയത് വിചാരിക്കരുത്. ഇപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടാവും? കണക്ക് പുസ്തകം ഉണ്ടാവും. എന്താണ് അല്ലേ? ആ കുട്ടിയുടെ എന്താ കയ്യിൽ? കണക്കാ. എന്താണ്? കണക്ക് മൊത്തത്തിലായോ? അല്ലേ, ആ കുട്ടിക്ക് ആ സമയത്ത് പഠിക്കേണ്ട കുറച്ച് അതിലുണ്ട്, ഇത്രയേ ഉള്ളൂ. +2 പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ മാത്സിൻ്റെ പുസ്തകമുണ്ട്. എന്താ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ കുട്ടി ഒരു മാത്സാന്ന് പറയും. അത് മാത്സായോ? അതിലെല്ലാ കാര്യവും ഉൾപ്പെട്ട് മാത്സത്തെ എല്ലാം അതിലുണ്ടോ? ഇല്ല, കുറച്ച് ആ കാലത്ത് ആ പ്രായത്ത് പഠിക്കാനുള്ളത് അതിലുള്ളൂ. ഇതുപോലെ വേദം എന്ന് പറഞ്ഞാൽ ആ കയ്യിലുള്ളത് ഒരു പുസ്തകം ഉണ്ടോ കരുതിയിട്ട് അതിൽ മൊത്തം ഉണ്ടോ വിചാരിക്കേണ്ട. ആ തത്വം അതിലുണ്ട്. അതിനെ വ്യസിച്ചു എന്ന് പറഞ്ഞാൽ സൗകര്യത്തിന് വേണ്ടി വോളിയമാക്കണം. നമ്മളിപ്പം ഭാഗവതം 2, 3, 4 കഷ്ണമൊക്കെ ആക്കണല്ലേ, സൗകര്യത്തിന് കൊണ്ടു നടക്കാൻ. വയ്യാണ്ട് പ്രായമാകുമ്പോഴേ പിടിക്കാനത് പിടിച്ച് പൊന്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ഓരോ സ്കന്ധം ഓരോന്നാക്കി എളുപ്പമുണ്ട് കൊണ്ടുപോകാൻ അല്ലേ. എന്നാൽ ഭാഗവതം കുറേ ഉണ്ടോ? ആ 2-ാമത്തെ ഭാഗവതം എടുക്കും എന്നൊക്കെ പറയും. 2-ാമത്തെ ഭാഗവതം ഒരു ഭാഗവതമേ ഉള്ളൂ. അത് നമ്മൾ സൗകര്യത്തിനാക്കിയത്. ഇതുപോലെ ഋക്ക്, യജുസ്, സാമം, അഥർവം ഇങ്ങനെ സൗകര്യത്തിനാക്കി ആര്? വ്യാസര്. വേദത്തെ ഉണ്ടാക്കിയില്ല. എന്താണ്? വേദത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോ? വേദത്തെ വ്യസിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മുടെ തെറ്റിദ്ധാരണ പല തെറ്റിദ്ധാരണ നമുക്കുണ്ട്. വ്യാസനാണ് വേദത്തെ ഉണ്ടാക്കിയത്. അല്ലല്ല, വ്യാസൻ വേദം എപ്പോഴും ഉണ്ട്. ഇവിടെ അറിവ് എപ്പോഴാണ് ഉണ്ടായത്? അത് എപ്പോഴും ഉണ്ട്. നമ്മൾ കണ്ടെത്തുന്നതിൻ്റെ മുന്നേ അവിടെ ഉണ്ട്. അത് അറിയണവർക്ക് അറിയാം, അത്രയേ ഉള്ളൂ. വ്യാസരത് എന്ത് ചെയ്തു? സൗകര്യത്തിന് 4 വ്യസിച്ചു. ഋക്ക് എന്ന് പറഞ്ഞ അർത്ഥം ശരിക്കും പറഞ്ഞാൽ അന്വേഷണം എന്ന അർത്ഥം. എന്താർത്ഥം? ഋക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷണം. ഈ അന്വേഷണം നമുക്കൊക്കെ ഉണ്ട്. നമ്മളൊക്കെ അന്വേഷിക്കാറുണ്ടല്ലേ? ഒരാളെ കണ്ടാൽ അന്വേഷിക്കില്ലേ? ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മളെന്താ അന്വേഷിക്കുക? അങ്ങനെ നോക്കില്ലേ, ഇതിപ്പോൾ ആരാ, ഇതിൻ്റെ മുന്നേ അവിടെ കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല, അന്വേഷിക്കില്ല. ചോദിക്കുന്നില്ലേ, നമ്മുടെ ഉള്ളിലുണ്ടാവില്ല, ഇതിപ്പോൾ ഇയാളെ നാടെവിടെയാണ്, എന്നെ പറ്റി നിങ്ങൾക്ക് അറിയണോണ്ട് തിരക്കിടില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ എന്താ ചിന്തിക്കുക? അങ്ങനെ നോക്കും, ഇതിപ്പോൾ ആരാ, ഇതിപ്പോൾ ഇവിടുന്ന് വന്നു, ഇതിൻ്റെ മുന്നേ ഇയാൾ എവിടെ ഇത്രയും കാലം, ഇതിപ്പോൾ ആരാ, അന്വേഷിക്കില്ലേ? എത്ര വയസ്സായി, കല്യാണം കഴിഞ്ഞോ ആവോ, കുട്ടിയുണ്ടോ,
അന്വേഷിക്കില്ലേ? ഇങ്ങനെ അന്വേഷണം, ഇത് മനുഷ്യനുണ്ട്, ഇങ്ങനെ മനുഷ്യൻ എന്തിനെ പറ്റി, ഇതൊക്കെ തുച്ഛങ്ങളായിട്ടുള്ള അന്വേഷണമാണിത്. അപ്പോൾ എൻ്റെ കാര്യം അറിഞ്ഞിട്ടൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് ഉണ്ടായി, എന്തൊക്കെ ചെയ്യണം, ഈ പ്രപഞ്ചം എങ്ങനെ ഇങ്ങനെ വികസിച്ചു, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഏത് ശക്തിയാണ് എന്ന് അന്വേഷിച്ച നല്ല കാര്യമാണ്. എന്താണ് നമ്മൾ ഈ തുച്ഛമായിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ഇങ്ങനെ അന്വേഷിക്കും. ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി പണ്ടുള്ള ഋഷിമാർ. അങ്ങനെ അന്വേഷിച്ച് തീവ്രമായ അന്വേഷണത്തിൽ അവർ കണ്ടെത്തി അതാ സത്യത്തിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തി ഈ കാണുന്ന പ്രപഞ്ചമായ കാര്യത്തിന് കാരണമുണ്ട്, അത് ബ്രഹ്മമാണ്. എന്താണ്? പാമ്പിനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, അത് കയറാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന് കാരണം ഈശ്വരനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണെന്ന് അവർ കണ്ടെത്തി. ആ ചൈതന്യത്തെ കണ്ടെത്തി. അപ്പോൾ അത് കേമമാണെന്ന് തോന്നിയപ്പം അതിനെ സമർപ്പിക്കാൻ ആരംഭിച്ചു. എന്താണ്? അതിന് കൊടുക്കുക. നമുക്കൊന്ന് കേമെന്ന് കണ്ടാൽ നമ്മൾ അതിനൊന്ന് അതിന് ഒരു ഭാവം ഉണ്ടാവില്ലേ? നമുക്ക് അതിനെ പൂജിക്കില്ലേ? സമർപ്പിക്കുക, യജിക്കുക എന്ന് പറയുക. അതിനെയാണ് പൂജ എന്ന് പറയുക. എന്താണ്? യജ്, യാഗം എന്നൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ആ യജ് എന്നുള്ളതെന്നാണ് എന്തുണ്ടായത്? യജുർവേദം. എന്താണ്? ആദ്യം ഋക്ക്, അതാണ് ഋഗ്വേദം. കണ്ടെത്തിയപ്പോഴോ അതിനെ നമ്മൾ സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ യജുർവേദം. അതിൻ്റെ കേമത്വം മനസ്സിലാക്കിയ സമയത്ത് വാഴ്ത്താൻ തുടങ്ങി സാമവേദം. എന്താണ് സാമം എന്ന് പറഞ്ഞാൽ? വാഴ്ത്തുക, സ്തുതിക്കുക. അതുകൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടായപ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പ്രപഞ്ച കാര്യങ്ങളിൽ അതിനെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതിനെയാണ് അഥർവവേദം. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. ഇങ്ങനെയൊക്കെ വേദങ്ങൾ 4ആയി തിരിച്ചു. പലരും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. പക്ഷെ ആരും അത് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. വേദം പഠിക്കുന്നവർ എത്ര പേരുണ്ട്? ഇനി ചൊല്ലണവരുണ്ടാവാം, എന്നാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എത്ര പേരുണ്ട്? നമ്മളെ സംസ്കൃതത്തിലെ സാധാരണ സംസ്കൃതമല്ല വേദത്തിലുള്ളത്. ലൗകികമായ അർത്ഥമെടുത്ത് അത് വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടാൽ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വേദത്തിലുണ്ട്. പരോക്ഷമായിട്ട് ആ കാര്യങ്ങൾ പറയുക. അപ്പം വ്യാസർക്ക് തോന്നി ഒന്നും കൂടി സരളമായിട്ടാവാം എന്ന് കരുതി അദ്ദേഹം സ്ത്രീ ശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതി ഗോചര, സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേണ്ടി, എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പുരാണങ്ങൾ രചിച്ചു. പുരാണങ്ങൾ ആർക്കാണ്? പുരാണങ്ങൾ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കുമാണ്. ശ്രദ്ധിക്കണം. സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീന ശ്രുതി ഗോചര. ത്രയീ എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. ഇതൊക്കെ വളരെ വിവാദമായിട്ടുള്ള വിഷയം പറഞ്ഞു കിട്ടും. അതാണ് ത്രയീ എന്ന് പറഞ്ഞാൽ വേദം. 3 കാണ്ഡങ്ങളുള്ളത് കൊണ്ട് ത്രയീ എന്ന് പറയും. പിന്നെ 3ആയിട്ട് വിഭജിച്ചത് കൊണ്ട് ത്രയീ എന്ന് പറയും. അഥർവത്തെ അങ്ങനെ മാറ്റി നിർത്താറുണ്ട്. ഋഗ്, യജുസ്, സാമം അങ്ങനെ 3 കാണുന്നത് കൊണ്ട് ത്രയീ എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് ത്രയീ എന്ന് വേദത്തിന് പേര് വരാൻ കാരണം. ഈ ത്രയീ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും അപ്രാപ്യമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ, പല തിരക്ക് പ്രാരബ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് പഠിക്കാൻ നേരം ഉണ്ടാകും. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഭാഗവതം കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? വലിയ രോഗമൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ ആരെങ്കിലും ഉണ്ടാവും, നോക്കിക്കോളും ഇല്ലേ? ഇതിപ്പോൾ പശുവിനെ അഴിച്ചിട്ടാനുണ്ട്, മക്കളെ പേരെ കുട്ടികളുടെ കാര്യം നോക്കാൻ, ഇതെല്ലാം കൂടി ഇത് കേൾക്കാൻ പറ്റുമോ? അപ്പോൾ വലിയ പ്രാരബ്ധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടിരുന്ന് കേൾക്കാൻ പറ്റുന്നത് അല്ലേ? പണ്ട് കാലത്ത് ഇങ്ങനെയല്ല. ശൂദ്രന്മാർക്ക് അധ്വാനിക്കണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കാൻ ഗതിയില്ലാണ്ടിരിക്കുമ്പോൾ ഭാഗവതം വായിക്കാൻ നോക്കുമോ? എന്താണ്? 2 അറ്റം കൂട്ടിമുട്ടാൻ ഓടുക, അപ്പോഴാണ് 2 അധ്യായം വായിക്കുക. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടല്ലേ? എത്തണ്ടേ, കാര്യങ്ങൾ പോകണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് അവരുടെ ജോലി തന്നെ ധാരാളം ഉള്ളത് കൊണ്ട് അവർക്ക് ഭാഗവതം കേൾക്കാനോ അല്ലെങ്കിൽ പുരാണം വേദം പഠിക്കാനോ എന്നുള്ള ശ്രദ്ധ അവർക്ക് ആ സമയത്ത് കിട്ടില്ല. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. പണ്ട് കാലത്ത് സ്ത്രീകളല്ലേ പ്രസവിക്കുക? എന്താണ്? എന്നും സ്ത്രീകൾ തന്നെയാണ്. അങ്ങനെയല്ല, ഇപ്പം മാറുമോ നിശ്ചയില്ല, പോക്കാൻ കേട്ടാ, അനുഭവത്തിൽ തിരിച്ച് മാറുമോ അറിയില്ല. പണ്ട് കാലത്ത് ഈ പ്രസവം കഴിഞ്ഞ് നേരം ഉണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞ് അപ്പോഴേക്ക് അടുത്ത പ്രസവം, അപ്പോൾ അടുത്ത പ്രസവം, അങ്ങനെ 12ഉം 13ഒക്കെ പ്രസവിക്കുമ്പോൾ എവിടെ നേരം? ഈ കുട്ടികളൊക്കെ നോക്കുക, അതിനിടയ്ക്ക് ദോശ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഊണുണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള പണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ പോലെയല്ലല്ലോ. പണ്ട് കുറച്ചൊരു എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊരു പുരുഷ മേധാവിത്വം ഉണ്ട്. അപ്പോൾ പുരുഷന്മാരാവും ജോലിക്ക് പോവുക, സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുക ചെയ്യുക. പണ്ടിട്ടോ. ഇന്നിപ്പോൾ അങ്ങനെയല്ലേ? ഇന്നിപ്പോൾ എല്ലാവർക്കും ഒക്കെ ആവാം, പറ്റൊന്നുമില്ല. നല്ല കാര്യം തന്നെ, അത് മോശമൊന്നുമില്ല. ഇന്ന് പിന്നെ പ്രസവിക്കണമെന്ന് നിർത്തി, അത് പ്രശ്നമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് പണ്ട് അങ്ങനെയല്ല. പണ്ട് ഈ ഒരു പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ത്രീകളുടെ കഴിവ് കൊണ്ടാണത്. പ്രസവിക്കാനുള്ള കഴിവ് തന്നെയാണ്. കുട്ടികളെ നോക്കാനും ആ ഒരു ശ്രദ്ധ, വാത്സല്യം, സ്നേഹം ഇതൊക്കെ പുരുഷന്മാരെക്കാൾ കൂടും. ആർക്ക്? സ്ത്രീകൾക്ക് കൂടില്ലേ? പേരക്കുട്ടിയെ കൊഞ്ചിക്കാരാ? മുത്തശ്ശനോ മുത്തശ്ശിയോ? കൂടുതൽ കൊഞ്ചിക്കാരാ? മുത്തശ്ശനോ?
ശ്രദ്ധിച്ചു നോക്കൂ. മുത്തശ്ശൻ അത്രയ്ക്ക് വയ്യാന്നല്ല, മുത്തശ്ശനൊക്കെ ആയപ്പോൾ ലേശമൊക്കെ അച്ഛനാകുമ്പോൾ അങ്ങനെ വല്ലാണ്ട് കൊഞ്ചിക്കൊന്നുമില്ല. ഒന്ന് പ്രായമാകുമ്പോൾ സ്ത്രീകളെപ്പോലെ ആയി വരും, കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങും. ഒരു കുട്ടി നമ്മുടെ മടിയിൽ പേരക്കുട്ടി ഇരുന്നു, മുത്തശ്ശൻ അങ്ങനെ ഗായത്രി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടി വന്ന് മടിയിലിരുന്ന് അത് മൂത്രമൊഴിച്ച മുത്തശ്ശൻ്റെ ഭാവം ധരിക്കും. അതിനടുത്തങ്ങോട്ട് മാറ്റി നിർത്തും, ഇത്രയേ ഉള്ളൂ. എന്നാൽ മുത്തശ്ശിക്കോ ഒരു പ്രശ്നവുമില്ല, അതെടുത്തങ്ങോട്ട് കൊണ്ടുപോയി എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അർത്ഥം സ്ത്രീകൾക്ക് വാത്സല്യം ഇങ്ങനെയുള്ള ചില വികാരങ്ങൾ കുറച്ച് കൂടും. പുരുഷന്മാർക്ക് അത്രയൊന്നുമില്ല. അടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ ഒക്കെ ചോദിക്കുക. വലിയൊരു സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷേ അങ്ങനെയൊന്നും വലിയൊരു ഇതുണ്ടാവില്ല. അപ്പോൾ പ്രാപഞ്ചിക വാസന, ആഗ്രഹങ്ങൾ കൂടെ സ്ത്രീകൾക്കാണെന്നാണ് പറയുക. തെറ്റൊന്നുമില്ല, അത് വേണം, കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ അവർക്കാണ് പുതിയ പുതിയ സാരി. പുരുഷന്മാർക്ക് അത്ര ഷർട്ടൊന്നും ഉണ്ടാവില്ല, രണ്ടെണ്ണം മതി, പണ്ടെങ്ങാണ്ടോള്ള ഷർട്ടാണ്. അത്ര സ്ത്രീകൾക്ക് അങ്ങനെ തെറ്റില്ല, അത് വേണം, അത് ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു വക വിഷയങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ ഉള്ളത് കൊണ്ട് കുട്ടികളെ നോക്കലും മറ്റു പല കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വേദം പഠിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ശ്രദ്ധ സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. ഈ ഒരു വിഷമം ആര് മനസ്സിലാക്കി? വ്യാസർ മനസ്സിലാക്കി. പറ്റില്ല, അവരിങ്ങനെ വിഷമിച്ചാൽ വയ്യ, അവരും ഈ തത്വം അറിയണം, അവരും ഈ ഒരു ആനന്ദം അനുഭവിക്കണം എന്ന് കരുതിയിട്ട് വേദത്തിൽ പറഞ്ഞ കാര്യം തന്നെ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും മനസ്സിലാവാൻ പാകത്തിന് ലളിതമായിട്ട് അവതരിപ്പിച്ചു. വേദത്തിൻ്റെ കഠിനമായ ഭാഷ മാറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിന് വളച്ച് പറയാണ്ടിരുന്നു. മാന്യമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ പാകത്തിന് ഒന്ന് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതാണ് പുരാണം. അങ്ങനെ അദ്ദേഹം 17 പുരാണങ്ങൾ എഴുതി. ഇനി കഥകൾ കേട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആയിക്കോട്ടെ, ഓരോ ദിവസം ഓരോ കഥയായിട്ട് അങ്ങനെ സ്ത്രീകളും ഒരു വായിക്കാൻ നന്നായല്ലോ എന്ന് കരുതി അദ്ദേഹം മഹാഭാരതം രചിച്ചു. ആര് പഠിക്കണം മഹാഭാരതം? അപ്പോഴും പ്രശ്നം, മഹാഭാരതം വീട്ടിൽ വെച്ച യുദ്ധം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടത് വയ്ക്കാണ്ടേ. രാമായണം വീട്ടിൽ വെച്ച ഡൈവേഴ്സ് ആവും എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി. ഒന്നുമില്ല ഇപ്പം വീട്ടിൽ, മഹാഭാരതവും ഇല്ല, രാമായണവും ഇല്ല. കുറേ സിനിമാ കഥ ഉണ്ട്, കുറേ മാഗസിൻ അതും ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ ഈശ്വര വിഷയങ്ങളൊന്നുമില്ല. വിഗ്രഹം വെച്ചാൽ അത് പ്രശ്നമാണ്, വിഗ്രഹം വീട്ടിൽ വെക്കാൻ പാടില്ല. പിന്നെ എവിടെയും ഇത് വെക്കണ്ടു എന്നാണ്. എന്നിട്ട് വീട്ടിൽ പോയ ഒരു പ്രേതാലയം പോലെ ഒന്നുമില്ല. ഇങ്ങനെ വഷളായി മാറുകയാണ്. അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പലതും പറഞ്ഞ ഭാരതം ആരും വായിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയാം, ഇത് വായിച്ചാൽ ബുദ്ധിമുട്ടാവും. പുസ്തകം വായിച്ചാൽ എന്ത് ബുദ്ധിമുട്ടാണ്? പുസ്തകം ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, ആൾ വായിക്കട്ടെ കരുതിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ പുസ്തകം. മഹാഭാരതം വ്യാസർ രചിച്ചത് കലഹം ഉണ്ടാക്കാനാണ് ആണ്. ഇനി ഇത് വായിക്കാനായിട്ട് നമ്മളെ വീട്ടിൽ കലഹത്തിന് വല്ല കുറവുണ്ടോ? അല്ല, അത് ചോദിക്കട്ടെ, എന്നുണ്ടായിരുന്നു. മഹാഭാരതത്തിൽ കുറഞ്ഞ ഭാഗമേ ഉള്ളൂ കലഹം. യുദ്ധം വർണ്ണിക്കുന്നത് കുറച്ച് ഭാഗത്താണ്. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത, മഹാഭാരതത്തിലാണ് സഹസ്രനാമം. ഇതൊക്കെ മറന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയണത്. അപ്പം ഭാരതം ആളുകൾ വേണ്ടതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളണില്ല. ഒരു പക്ഷേ അതിൻ്റെ വലുപ്പം കുറച്ച് കൂടിയത് കൊണ്ടാവട്ടോ എന്നാർക്ക് തോന്നി? വ്യാസർക്ക് തോന്നി. എന്നാൽ പിന്നെ അത്രയൊന്നും വലുപ്പമില്ലാത്ത മട്ടിൽ ആ പറഞ്ഞ കഥകളൊക്കെ തന്നെ ഒന്നും കൂടി സരളമായിട്ട് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാൻ പാകത്തിന്. ഇനി ഭാരതത്തിൽ ഭക്തി ലേശം കുറവാണോ? ജനങ്ങളങ്ങോട്ട് വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് ഭക്തിക്ക് കുറച്ച് കുറവ് വന്നുകൊണ്ടാണോ? അങ്ങനെ വെച്ചാൽ ഭക്തി ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് ജനങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പാകത്തിനൊരു ഗ്രന്ഥം രചിച്ചാലോ? അതാണോ തൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ആര്? വ്യാസർ. അതുതന്നെയാണ് കാരണം. അത് ഉറപ്പിക്കാനൊരു ഗുരുനാഥൻ വരണ്ടേ? അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന വ്യാസരടുത്തേക്ക് ആര് വന്നു? നാരദ മഹർഷി വന്നു. മഹർഷിയോട് അദ്ദേഹം പറഞ്ഞു, കുറേ എന്തൊക്കെയോ ഞാൻ ചെയ്തു, പക്ഷെ ഒന്നും വേണ്ടതുപോലെ ആയില്ല എന്നിങ്ങനെ തോന്നുക. അതിൻ്റെ കാരണം അങ്ങ് പറയും. അദ്ദേഹം പറഞ്ഞു, ഭവതാനുദിതപ്രായം യശോ ഭഗവതോമലം യേനൈവാസൗന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. അങ്ങ് ഭഗവാനെപ്പറ്റി പറഞ്ഞില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ അത്ര പറഞ്ഞാൽ പോരാ. എന്താണ്? നമ്മൾ ഭഗവാനെ പറ്റി പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം, അത്ര പറഞ്ഞാൽ പോരാ. നമ്മളെപ്പറ്റി പറയണ അത്രയൊന്നും ആരെ പറ്റി പറയണില്ല ഉണ്ടോ? നമ്മളെപ്പറ്റി പറയാൻ പുറപ്പെട്ടാൽ തീരുമോ? ഞാൻ ഇൻ 1991 തുടങ്ങി 2024 വരെ നമ്മുടെ തല ഇയാളെ കക്ഷത്താണ്. ഇത് തീരലില്ല. എന്നാൽ ഭഗവാനെ പറ്റി പറയുമ്പോൾ അധികമൊന്നും പറയാൻ ഇല്ല. നമ്മളെപ്പറ്റി പറയണ ഉത്സാഹവും ആ ഒരു പ്രാധാന്യമൊന്നും ഭഗവാന് കൊടുക്കണില്ലല്ലോ. അപ്പോൾ അങ്ങ് ധർമ്മത്തെ പറ്റിയൊക്കെ വിസ്തരിച്ച് മഹാഭാരതത്തിൽ മറ്റുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു, മര്യാദകൾ പാലിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഒന്നും മോശമല്ല, നന്നായിട്ടുണ്ട്. ഭഗവാനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുക അത്ര പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി അധികം പറയണമായിരുന്നു
ഭവതാ അനുദിതപ്രായം യശോ ഭഗവതോ അമലം. ആ ഭഗവാന്റെ കീർത്തി കുറച്ചധികം അങ്ങ് വർണ്ണിക്കണം. കാരണം ഈശ്വര കഥ അത് വളരെ പ്രധാനമാണ്. പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഈ ഭക്തി നിറഞ്ഞ കഥകൾ കേൾക്കുമ്പം സന്തോഷം ഉണ്ടാവും. ഒരാശ്വാസമാണത്, ഒരു തലോടല. അവിടെ വലിയ പ്രഭാഷണം കേട്ട സന്തോഷം ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് ചിലക്കത് മതി, നാമം ചോദിച്ചോളൂ കിട്ടുമോ, ഈശ്വര ഭഗവാൻ ഉണ്ടല്ലോ, ഭഗവാൻ ഉണ്ടല്ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് മതി, അത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് ഭക്തി എന്നുള്ളത് മുഖ്യം തന്നെയാണ്. ഇനി വലിയ ചമൽക്കാര സുന്ദരമൊന്നും ആയില്ലെങ്കിൽ സാരല്ല, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അങ്ങ് ഗ്രന്ഥം രചിക്കുന്നതെങ്കിൽ അതിൽ തെറ്റു വന്നാൽ പോലും സജ്ജനങ്ങൾ നിന്ദിക്കില്ല. എന്താ പറഞ്ഞത്? തെറ്റു വന്നാൽ പോലും സജ്ജനങ്ങൾ എന്ത് ചെയ്യില്ല, നിന്ദിക്കുക. തെറ്റിനുണ്ട് വായിക്കുന്നത്, എന്നാൽ ആ ശ്രമത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കും. കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ, വേണ്ടത്ര വിളിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ പ്രായമായി എന്നിട്ട് വായിക്കുന്നുണ്ടല്ലോ, അതേശം തെറ്റി കാക്കൂന്നൊക്കെ എന്നൊക്കെ വരും, പോട്ടെ സാരില്ല, വായിക്കുന്നുണ്ടല്ലോ, അതാണ് സന്തോഷം. നമ്മൾ അങ്ങനെ കണക്കാക്കുള്ളൂ, അങ്ങനെ കണക്കാക്കേണ്ടതും. കാരണം അനുകൂല സാഹചര്യത്തിലൊന്നല്ല ജനനം, എന്നിട്ടും വായിക്കുന്നുണ്ടെങ്കിൽ ഇത്ര പേരെ നമുക്ക് തന്നെ അറിയാം. സാഹചര്യമൊക്കെ വളരെ കഷ്ടമാണ്, ഒരു തരത്തിലും ഭാഗവതത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമല്ല, എന്നിട്ടും വളരെ കഷ്ടപ്പെട്ട് അവർ ഭാഗവതത്തിൽ ശ്രദ്ധ വരുന്നു, വായിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അത് ലേശം തെറ്റിയാലും ഉച്ചാരണ ശുദ്ധി ഇല്ലെങ്കിൽ നമുക്കെന്ത് തോന്നില്ല, അതൊരു കുഴപ്പമായിട്ട് തോന്നില്ല. നേരെ മറിച്ച് അനുകൂല സാഹചര്യം, നല്ല ബ്രാഹ്മണ കുലത്തിലൊക്കെ ജനിച്ചു, എന്നും ഭാഗവതം കേൾക്കുന്നു ഒക്കെ ഉണ്ട്, എന്നിട്ടും അയാൾ ഭാഗവതം വായിക്കില്ല, കള്ളിഷപ്പ് പൊരിക്കുകയാണെങ്കിൽ നമുക്കെന്ത് തോന്നും? അത് വ്യത്യാസമുണ്ട്. ഇത്രയൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് ആ വഴിക്ക് സഞ്ചരിച്ചില്ലെങ്കിൽ കഷ്ടം തന്നെയാണ്. ഇത് പ്രതികൂല സാഹചര്യമായിട്ടും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവർക്ക് ലേശം തെറ്റ് വന്നാലും പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. അതുകൊണ്ട് ഈശ്വരകഥ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ തെറ്റ് വന്നാൽ പോലും സജ്ജനങ്ങൾ എന്ത് ചെയ്യാറില്ല, നിന്ദിക്കാറില്ല. ഈശ്വരകഥയല്ല പറയണതെങ്കിൽ, മനസ്സ് വിശാലമാകാൻ പാകത്തിനല്ല വർണ്ണന എങ്കിൽ അത് വലിയ കേമായിട്ടും കാര്യമില്ല. അവിടെ ജനങ്ങളൊക്കെ കൂടുട്ടോ, ആൾക്കാരൊക്കെ വന്നിരിക്കും, പക്ഷേ അവരെയൊന്നും സജ്ജനങ്ങളായിട്ട് കണക്കാക്കണ്ട. ചളിക്കുണ്ടിൽ കുറേ പന്നികളൊക്കെ ഉണ്ടാവും. എന്തുണ്ടാവും? കുറേ പന്നികളൊക്കെ ഉണ്ടാവും ചളിക്കുണ്ടായതുകൊണ്ടാണ്. മാനസ സരസിൽ അധികം അരയന്നങ്ങൾ ഉണ്ടാവാറില്ല. എന്താണ്? അരയന്നങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏതാ വേണ്ടു? ഇവിടെ എനിക്കിപ്പം ഞാനിപ്പോൾ അധർമ്മവും മറ്റ് ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയ ചർച്ച ചെയ്യണമെങ്കിൽ കേൾക്കാൻ കുറേ പേരുണ്ടാവും. ആൾ കൂടുകയാണോ വേണ്ടത്? അതല്ല, കുറച്ച് പേരേ ഉള്ളൂ. ഇതിനോട് നല്ല താല്പര്യമുള്ള കുറച്ച് ഭക്തന്മാരുണ്ട്. ഏതാ വേണ്ടു? അരയന്നം വേണോ കാക്ക വേണോ? കാക്കയാണെച്ചാൽ 1000 ഉണ്ടാവും, അരയന്നാച്ചാൽ 10 ഉണ്ടാവും. ഏതാ വേണ്ടു? അരയന്നം മതി, കാക്ക വേണ്ട. ചളിക്കുണ്ടും മാനസ സരസും തമ്മിലുള്ള വ്യത്യാസമാണ്. മതി. ഉള്ളവർ സജ്ജനങ്ങൾ, കുറച്ച് പേര് സമാന മനസ്സുള്ളവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഈശ്വരനെ ഭജിക്കുക, നല്ല കാര്യം. അതാണ് മുഖ്യം. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ, അങ്ങ് ഭഗവാന്റെ മഹിമ എടുത്തു വർണ്ണിച്ചും കൊണ്ടൊരു ഗ്രന്ഥം രചിക്കൂ. ഭഗവാനെ ആശ്രയിച്ചാലുള്ള ഫലം പറയണമെങ്കിൽ ഞാൻ പുറമെയുള്ളൊരു വിഷയമൊന്നും പറയണില്ല, ഞാൻ എൻ്റെ കഥ പറയാം. നാരദർ പറയാണ്, ഞാൻ പണ്ട് ആരായിരുന്നു അങ്ങേക്ക് അറിയോ? അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം. ഞാൻ പണ്ട് ഒരു ദാസിയുടെ പുത്രനായിരുന്നു. ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം. അങ്ങനെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഭാഗ്യമുണ്ടായി. എന്ത്? യോഗീശ്വരന്മാരെ സേവിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതാണ് എൻ്റെ തലവര മാറ്റിയത്. തീർത്തും പ്രതികൂല സാഹചര്യം, ഒരിക്കലും നേരെയാവാൻ സാധ്യതയില്ല. ആ വഴിക്ക് അങ്ങനെ പോകേണ്ട ഞാൻ, എന്തോ ഭാഗ്യം. ദാസിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അച്ഛനാരാ ചോദിച്ചു അമ്മയോട്. അമ്മ പറഞ്ഞു എനിക്കറിയില്ല. ആരുടെ കഥയാണ് പറയണത്? നാരദരുടെ പൂർവ്വജന്മം പറയുക. അങ്ങനെയുള്ള ഞാൻ ഈ നാരദനായെങ്കിൽ എന്താ കാരണം നിശ്ചയുണ്ടോ? എനിക്ക് സത്സംഗം ലഭിച്ചു ആ ജന്മത്തിൽ. അന്നതിൻ്റെ മഹിമയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് പേര് അവിടെ വന്നു വീട്ടിലേക്ക്, അവരന്ന് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ഇനി 4 മാസം അവിടെയാണ്. എനിക്കാകെ ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ ഞാനെവിടെയാണ് കിടക്കുക? ഇവരെല്ലാവരും കൂടി ഇവിടെ താമസിച്ചാൽ. അമ്മ ആവട്ടെ വീടൊക്കെ വൃത്തിയാക്കി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അമ്മയുടെ സാരിയും പിടിച്ച് ഞാൻ പുറപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇവിടെ നിൽക്കണം, ഇവരൊക്കെ പ്രായമുള്ളവരാ, ആ സന്യാസിമാരെ നോക്കാൻ നീ വേണ്ടേ എന്നും പറഞ്ഞ് എന്നെ ബലമായിട്ട് അവിടെ ഏൽപ്പിച്ചു, നിർത്തി. ഒട്ടും മോഹമുണ്ടായിരുന്നില്ല. എന്തിന്?
ആ വയസ്സന്മാരെ നോക്കാൻ മോഹം ഉണ്ടാവും. പക്ഷേ അമ്മ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞാൽ കേൾക്കണ്ടേ എന്ന് കരുതി ഞാൻ അവിടെ നിന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രകൃതമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ സംസാരം, അവർക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹം, അവർ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ജപിക്കുന്നു. അവരെന്നോടൊന്നും പറയാറില്ല, നേരത്തെ എണീക്കണമെന്ന് പറയാറില്ല. പക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയെന്ത് അങ്ങനെ വേണം കേട്ടോ, അവരൊക്കെ നേരത്തെ എണീക്കണം. ഞാനൊരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും അവരെ പോലെ തന്നെ നേരത്തെ എണീക്കാൻ തുടങ്ങി. അവരുടെ കൂടെ എങ്ങനെ കൂടി. അവരർച്ചിക്കുമ്പോൾ പൂ നന്നാക്കി കൊടുക്കും, അവർ ജപിക്കുമ്പോൾ മാല കെട്ടിക്കൊടുക്കും. ഇങ്ങനെ അവർക്ക് കൈങ്കര്യം ചെയ്യും. ഇടയ്ക്ക് അവർക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കും. പാൽ തിളപ്പിക്കൊക്കെ ആരാ? ഈ ഉണ്ണി തിളപ്പിക്കുക, പാലൊക്കെ നേരെയാക്കി വയ്ക്കും, പഴങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഇങ്ങനെ അവരെ സേവിച്ച് അവരുടെ കൂടെ എങ്ങനെ കൂടി മതി. ആദ്യം എങ്ങനെയാണ് അങ്ങനെ കൂടി ചിലപ്പോൾ ഒരു പക്ഷേ ഉപദേശമൊന്നും കേൾക്കണ്ട, അല്ലാണ്ട് തന്നെ ജീവൻ മുക്തനാവാം. എന്താണ്, സജ്ജനങ്ങൾക്ക് കൈങ്കര്യം ചെയ്താൽ തന്നെ ഉപദേശമൊന്നും ആവശ്യമില്ല. അവരുടെ ആ വർത്തമാനത്തിൽ തന്നെ ഉപദേശം കൊടുക്കും. അത് മുഖ്യമാണ്. തോടകൻ്റെ കഥ പറയും. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ കുറച്ച് പേരുണ്ട്. അതിലത്തെ ഒരാളാണ് തോടകൻ. തോടകൻ നല്ല ശരിക്കും പേര്, വേറെ പേരാണ്. അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധി കുറവാത്രേ. എന്താണ്, മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ബുദ്ധി ഉണ്ടാവുമോ? ശാസ്ത്രം പറയുമ്പോഴേക്കും അങ്ങോട്ട് പിടിച്ചെടുക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിക്കോളുന്നില്ല. മറ്റ് ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗുരുനാഥൻ വന്നു, ശിഷ്യന്മാർ താഴ്ത്തിരുന്നു. ഗുരുനാഥൻ ക്ലാസ് എടുക്കാൻ പുറപ്പെടുമ്പം അദ്ദേഹം തുടങ്ങണില്ല. 5 മിനിറ്റായി, 10 മിനിറ്റായി. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ തുടങ്ങാത്തത് ചോദിച്ചു. അല്ല, നമ്മുടെ തോടകൻ എത്തിയിട്ടില്ല, ആ കുട്ടി വരണ്ടേ. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, അയാളിപ്പോൾ വന്നിട്ടെന്താ. എന്താണ്, അയാൾ വന്നാൽ അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്നല്ലാണ്ട് വന്നിട്ടിപ്പോൾ വല്ല കാര്യമുണ്ടോ? വന്നില്ലെങ്കിൽ എന്താ, വന്നാലെന്താ. പരിഹസിക്കുകയാണ് ആരെ? തോടകന് ബുദ്ധിയില്ലല്ലോ എന്നുള്ള മട്ടിൽ പരിഹസിക്കുകയാണ്. തോടകൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആചാര്യസ്വാമികളുടെ വസ്ത്രം അത് അലക്കിയിട്ട് വെയിലത്ത് നിൽക്കുക, അങ്ങനെ പിടിച്ചിട്ട്. എന്താണ്, വേഗം ഉണക്കണം. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ആ മുണ്ട് മുഷിയുമ്പോഴേക്ക് ഇത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ കുളിക്കാനുള്ള ചൂടുവെള്ളം നേരെയാക്കുക. അയാൾക്ക് അതാ താല്പര്യം. ആ പ്രഭാഷണം കേൾക്കാനൊന്നും പോവില്ല, അദ്ദേഹത്തിന് കൈങ്കര്യം ചെയ്യണം. അപ്പോൾ തുടങ്ങണ്ടേ ചോദിക്കുകയാണ് ആര്? ഈ ശിഷ്യന്മാർ. അദ്ദേഹം വരട്ടെ എന്ന് പറയണം. അവസാനം ക്ലാസ് എടുത്തു. തുടങ്ങാൻ വന്നിട്ടൊന്നുമില്ല, ക്ലാസ് എടുത്തു. ഇവർക്കൊക്കെ മനസ്സിലാവും, നല്ല ബുദ്ധിയുള്ള ശിഷ്യന്മാരാവും. ഒന്നും മനസ്സിലാവില്ല, അവർ മണ്ടട്ട ഒട്ടക്കെയാണ്. അത്രയായിട്ടും കാര്യം പറയുന്നത് വ്യക്തമാവണില്ല, മനസ്സിലാവണില്ല, വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കെ അലക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ നേരാവണ്ണം എടുത്തു വെച്ച് ആ ശിഷ്യൻ്റെ വരവാണ്. ആരുടെ? ക്ലാസ്സിലേക്ക് തോടകൻ വരുന്നത് ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ്. ഏത് ശ്ലോകം? ഇദ്ദേഹത്തെ നേരം ക്ലാസ് എടുത്തത് അത് പാട്ടാക്കിയിട്ടുണ്ട്. ആ പാട്ട് പാടിക്കൊണ്ടാണ് ആര് വരുന്നത്? ആ തോടകൻ കടന്നു വരുന്നത്. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായതെന്ത്, അബദ്ധം പറ്റി. ഞങ്ങൾക്ക് ഗുരുനാഥനിൽ നിന്ന് എന്ത് കേൾക്കണമെന്നേ ഉള്ളൂ, ശാസ്ത്രം പഠിക്കണമെന്നേ ഉള്ളൂ. അദ്ദേഹത്തോട് വലിയ ബഹുമാനമൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ തോടകൻ അങ്ങനെയല്ല, ഗുരുനാഥൻ സന്തോഷിക്കണം, അദ്ദേഹത്തിന് വേണ്ടി എന്തിനും. ആ ഒരു ഭാവം പ്രധാനമാണെന്ന് അർത്ഥം. സജ്ജനങ്ങളെ സേവിച്ചാൽ, മഹാത്മാക്കളുടെ കഥ നോക്കൂ, അവരെ കൂടെ കൈങ്കര്യം ചെയ്തവർക്ക് അവരെ പോലെ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ ശാന്തി അനുഭവിക്കുന്നുണ്ട്. അത് മുഖ്യമാണ്. അതുകൊണ്ട് ആ സന്യാസിമാരെ സേവിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ആ കുട്ടിക്കാലത്തുണ്ടായി. ഒരിക്കലൊരു സന്യാസി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അടുത്തേക്ക് ചെന്നു. ലേശം വേണമെന്ന് എനിക്കും തോന്നി. ഞാൻ വായ തുറന്നപ്പം ഒരു ഉരുള എൻ്റെ വായിൽ തന്നു. എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, ആ ഉരുള കഴിച്ചതോടുകൂടി ജന്മജന്മാന്തരങ്ങളിലായിട്ട് ഞാൻ എടുത്തു വെച്ച എൻ്റെ പാപം മുഴുവൻ തീർന്നു. അവരുടെ പ്രസാദം കഴിച്ചപ്പം അത് തീർന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ അടുത്ത ജന്മത്തിൽ നാരദനാവും തോന്നുന്നുണ്ടോ? അതൊക്കെ തീർന്നു. തദപാസ്ത കിൽബിഷഹ, എൻ്റെ ഉള്ളിലുള്ള പാപം മുഴുവൻ അവരുടെ ആ പ്രസാദം കഴിച്ചതോടുകൂടി തീർന്നു. കുറച്ച് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് അവർ പോവാൻ പുറപ്പെട്ടപ്പം എനിക്ക് വലിയ വിഷമം. ഞാൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെയും കൂടി കൊണ്ടുപോകണം. അവർക്കും ഞാൻ ഒപ്പമുണ്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷെ അതിലൊരു സന്യാസി അന്വേഷിച്ചു എന്നെപ്പറ്റി. അപ്പോൾ അവർ മനസ്സിലാക്കി, ഈ ഉണ്ണിക്ക് അമ്മയ്ക്ക് ഈ ഉണ്ണി, ബന്ധുക്കൾ വേറെ ആരുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു, പ്രായമുള്ള അമ്മയെ നോക്കാൻ ഉണ്ണി വേണ്ടേ, അതുകൊണ്ട് ഇവനെ ഇപ്പം കൊണ്ടുപോയാൽ അത് പ്രയാസമാവും, അമ്മയ്ക്ക് പ്രയാസമാവും. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. എന്നോട് അവർ പറഞ്ഞു, അമ്മയെ നോക്കലാണ് നിൻ്റെ ധർമ്മം, ഇപ്പം നീ അതാ ചെയ്യേണ്ടത്. ഇപ്പം നീ ചെയ്യണ്ട, ഇപ്പം മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കണ്ട. നീ ഇപ്പം അമ്മയെ നോക്ക്, ആ ധർമ്മം നീ എന്ത് ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ഭാഗവതം കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. ശരി, അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു.
അവർ പോയി. ഞാൻ അമ്മയെ നോക്കി ശുശ്രൂഷിച്ച് അങ്ങനെ കഴിയണം. ഇടയ്ക്ക് ധ്യാനിച്ചിരിക്കുമ്പോഴൊക്കെ അമ്മ വന്ന് എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് ഈ ഒരു സംസ്കാരമൊന്നും ഇത്രയില്ല, ഇല്ല എന്നല്ല, ഇത്രയില്ല. ധ്യാനിച്ചിരിക്കുമ്പോഴൊക്കെ അമ്മ വന്ന് ഈ ഉണ്ണിക്ക് എന്താ ശ്വാസം പോയോ തട്ടി നോക്കും, വിളിക്കും. ധ്യാനിച്ചിരിക്കുകയാണ്. അമ്മയ്ക്കത് മനസ്സിലാവണ്ടേ? താൻ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ അമ്മ തനിക്ക് തടസ്സാവണുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് ഭഗവാൻ കണക്കാക്കിയിട്ടുണ്ടാവും, മനസ്സിലാക്കി. ഇനി ആ ഉണ്ണിക്ക് എന്നെ ഭജിക്കുന്നതിലൊരു തടസ്സം വേണ്ട എന്ന് കരുതി അമ്മയെ ആദ്യം വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. പുറമെ നോക്കിയാൽ പാമ്പ് കടിച്ച് മരിച്ചു എന്നൊക്കെ പറയാം. ആരെ? അമ്മ പാമ്പ് കടിച്ച് മരിച്ചു. പക്ഷെ എനിക്കത് അങ്ങനെയല്ല തോന്നിയത്. ഒരു പക്ഷേ ആ സത്സംഗത്തിന് മുമ്പായിരുന്നു ഈ സന്ദർഭമെങ്കിൽ ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. എന്താണ്? കാരണം അന്ന് ഈ ഒരു കാഴ്ചപ്പാടില്ല. പക്ഷേ ആ സന്യാസിമാരായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ജീവിതത്തിൽ എന്ത് വന്നാലും പിന്നെ അനുഗ്രഹമായിട്ട് ഞാൻ കാണാറുള്ളൂ. എന്താണ്? എല്ലാം നല്ലതിന്. എന്താണ്? നല്ലതിന്, എല്ലാം നല്ലതിന്. ഈ ഒരു ചിന്ത. എന്ത് വന്നാലും, പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു അങ്ങനെ കൊട്ടാരത്തിൽ. എന്ത് വന്നാലും പറയുന്നത് നല്ലതിന്. എന്താണ്? നല്ലതിന്. ഒരിക്കൽ രാജാവിൻ്റെ കാലെന്തോ വെച്ചു കുത്തി, കാലിൻ്റെ വിരലങ്ങോട്ട് പോയി. ഇയാൾ പറഞ്ഞു നല്ലതിനും. രാജാവിൻ്റെ ദേഷ്യം വന്ന മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. നല്ലതിനോ? കാല് മുറിഞ്ഞപ്പം. അങ്ങനെ രാജാവ് നായാട്ടിന് പോയി. അവിടെയുള്ള കുറച്ച് വേടന്മാർ ഈ രാജാവിനെ പിടിച്ചു. അവിടെ ഒരു ദൈവമുണ്ട്, അതൊരു കാളിക്ക് ബലി കൊടുക്കാൻ വേണ്ടി ആരെ കൊണ്ടുപോയി? രാജാവിനെ കൊണ്ടുപോയി. രാജാവാകപ്പെട്ടു. അവിടെ എത്തി. മൂപ്പൻ വന്നു ബലി കൊടുക്കാൻ വേണ്ടി. രാജാവിനെടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ കേശാദിപാദം നോക്കിയപ്പം വൈകല്യമുണ്ട്. ഇയാൾക്ക് തള്ളവരലില്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു വസ്തുവിനെ ഭഗവതിക്കമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇയാൾക്ക് ഈ തള്ളവരലില്ലാത്തത് കൊണ്ട് ഇയാൾ ബലി കൊടുക്കാൻ വയ്യ പറഞ്ഞ് ഇയാളെ വിട്ടു. വളരെ സന്തോഷിച്ച് രാജാവ് കൊട്ടാരത്തിലെത്തി. വേഗം തന്നെ ജയിൽ തുറന്നു. മന്ത്രിയുടെ കാൽക്കൽ പോണു. താൻ പറഞ്ഞത് ശരിയാട്ടോ, നല്ലതിനാ. എൻ്റെ ആ വിരൽ മുറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തലണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ തലയും കൂടി പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ജയിലിലിട്ടത് മോശമായില്ലേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നല്ലതിന്. എന്നെ ജയിലിട്ടത് നല്ലതിനാ. എന്താ കാരണം വെച്ചാൽ നായാട്ടിനൊപ്പം ഞാൻ ജയിലിലല്ലെങ്കിൽ അങ്ങയുടെ കൂടെ ആരുണ്ടാവും? ഞാൻ ഉണ്ടാവുമായിരുന്നു. അവരെന്നെയും അങ്ങയും പിടിക്കും, കൊണ്ടുപോകും. അങ്ങയ്ക്ക് തള്ളവരില്ലാത്തതുകൊണ്ട് അങ്ങയെ വെറുതെ വിടും, എന്നെ ബലി കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ജയിലിലായതുകൊണ്ട് ഇപ്പം ആ ബുദ്ധിമുട്ടും. എന്ത് വന്നാലും നല്ലതിന്, നല്ലതിന്. അനുഗ്രഹം മന്യമാന. അമ്മ മരിച്ചതുപോലെ നല്ലതായിട്ട് കണക്കാക്കാൻ പറ്റിച്ചാൽ അത് മോശമായിട്ട് എടുക്കരുത് കേട്ടോ. അമ്മ മരിച്ചു, ദുഷ്ടൻ, നല്ലതിനത്രേ. അങ്ങനെയല്ല. ഭഗവാനെ ഭജിക്കാൻ എനിക്കിനിപ്പം പ്രയാസമില്ല. മറ്റതിപ്പോൾ അമ്മ ഉണ്ട്, ധർമ്മമാണ്, അമ്മയെ നോക്കണം. ഇതിപ്പം അമ്മയെ ഭഗവാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. ഇനി എനിക്ക് മറ്റ് ചിന്തകളില്ലാണ്ട് ഭഗവാനെ ഭജിക്കാമല്ലോ എന്ന് ഞാൻ കണക്കാക്കി. അങ്ങനെ ഞാൻ സഞ്ചരിച്ചു. ഭഗവാനെ ഭജിക്കാനുള്ള മന്ത്രമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജപിച്ചങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പം, കഷ്ടപ്പെട്ട് ഞാൻ ധ്യാനിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഏകാന്തത്തിലിരിക്കും, മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാണ്ട് നോക്കണം. വളരെ പ്രയാസമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ആദ്യം നമ്മളൊക്കെ അത്ര ശ്രമിച്ചു നോക്കുന്നുണ്ടല്ലേ? ധ്യാനിക്കുന്നവരുണ്ടോ? അവിടെ നിന്ന് കൈവന്തിക്കും ഉണ്ടോ? വീട്ടിലിരുന്ന് ഇങ്ങനെ വാതിലൊക്കെ കുറ്റിയിട്ട് മൊബൈലൊക്കെ ഓഫാക്കി വെച്ച് അങ്ങനെ 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 ഇരുന്ന് അങ്ങനെ വരുമ്പോഴേക്കും കുക്കറിൻ്റെ വിസില് പോയി. അപ്പോഴേക്കും ആരെങ്കിലും വന്ന് വോളിയം ബെല്ലടിക്കുമ്പോൾ വന്നു പോയി. എളുപ്പമല്ല. ധ്യാനിക്കുക പറഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇരുന്ന് കിട്ടണമെങ്കിൽ തന്നെ പ്രയാസമുണ്ട്, ഇരുന്നാൽ തന്നെ മനസ്സൊന്ന് അടങ്ങാൻ പ്രയാസമുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി, ശാന്തമായ കാട് നോക്കി, അവിടെ ആ വെള്ളത്തിൽ മുങ്ങി മരത്തിന് ചുവട്ടിൽ പോയിരുന്ന് ഞാനങ്ങനെ ഭഗവാനെ ധ്യാനിച്ചു. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസ ഔത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദ്യാസീന്മേ ശനൈഹി ഹരി. അങ്ങനെ ധ്യാനിച്ച സമയത്ത് മെല്ലെ 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 ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ അങ്ങനെ പ്രകടമായി. ശനൈഹി, മെല്ലെ, പെട്ടെന്നല്ല, അങ്ങനെ മെല്ലെ മെല്ലെ ഓരോരോ അംഗങ്ങളായിട്ട് അങ്ങനെ തെളിഞ്ഞു കണ്ടു. എനിക്കുണ്ടായ സന്തോഷം അത് വ്യാസരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രേമാതിഭരനിർഭിന്ന പുളകാംഗോ അതിനിർവൃത. ഞാൻ എന്താ അപ്പം അനുഭവിച്ചത് ചോദിച്ചാൽ അത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. രോമാഞ്ചം ഉണ്ടായി, ആനന്ദക്കണ്ണീരുണ്ടായി. ആനന്ദസംപ്ലവേലീന നാപശ്യം ഉഭയം മുനേ. ഈ ശരീരം ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള തോന്നലില്ല. അങ്ങനെ അങ്ങനെ ആനന്ദം, ആനന്ദമല്ലാണ്ട് വേറൊന്നുമില്ല. എവിടെ നോക്കിയാലും ആനന്ദം. ഇങ്ങനൊരു ഭാവം. ഞാൻ അങ്ങനെ ഇരുന്നു.
പെട്ടെന്ന് ആ രൂപം അങ്ങോട്ട് മറഞ്ഞു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ള കാലം എന്നാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് ആ അനുഭവം നഷ്ടപ്പെട്ടു. സപ്താഹത്തിൽ എങ്ങനെ ഇരിക്കുന്ന അനുഭവം സപ്താഹം കഴിയുമ്പം നഷ്ടപ്പെടാറില്ലേ? നമ്മൾ വിചാരിക്കും ഇങ്ങനെ എപ്പോഴും ഉണ്ടെങ്കിൽ അതില്ല. അതുകൊണ്ട് കഴിഞ്ഞാൽ 12 അധ്യായം വായിച്ച് പിന്നെ അത് കഴിഞ്ഞ് പോയി. പിന്നെ ചിലർ പറയും തിരുമേനി ആ സ്റ്റേജ് നോക്കുമ്പോൾ പെട്ടൊരു വേദന, അതിൻ്റെയൊന്നും ആവശ്യമില്ല, പന്തലഴിച്ചാൽ വിഷമം, അങ്ങനെ വൈകിയല്ലോ എന്ന് പറഞ്ഞാൽ ആ ആനന്ദത്തെ നിലനിർത്താൻ സാധിക്കുന്നില്ല. ഭഗവാനെ ഒരു നിമിഷം കണ്ടു, ആ ആനന്ദം അനുഭവിച്ചു, അതങ്ങോട്ട് മറഞ്ഞു, വലിയ ദുഃഖം. ഞാൻ അവിടുന്ന് അലറി വിളിച്ചു. അപ്പോൾ അശരീണ്ടായി. ഭഗവാൻ എന്നോട് പറഞ്ഞു, ഉണ്ണി ഹന്ത അസ്മിൻ ജന്മനി ഭവാൻ. ഉണ്ണി നിനക്ക് ഈ ജന്മത്തിൽ ഇത്രയേ ഉള്ളൂ, ഇത്ര അതിനുള്ള കർമ്മമേ നീ ചെയ്തിട്ടുള്ളൂ. നിനക്ക് ഈ ജന്മത്തിൽ ഇത്രയൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് എന്നെ അനുഭവിക്കാൻ നിനക്ക് പറ്റും. നീ ഈ മാർഗത്തിൽ മുന്നോട്ട് പോയാൽ അടുത്ത ജന്മത്തിൽ നിനക്ക് എന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കാം എന്നാര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ലേശം നേരം അപ്പോൾ കാണിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആരോട്? എന്താണ്? അല്ല, അടുത്ത ജന്മത്തിൽ അഞ്ചാൽ പിന്നെ മുഴുവനായിട്ട് അടുത്ത ജന്മത്തിൽ മതിയായിരുന്നു. ഇപ്പം ലേശം അങ്ങയുടെ ആ ഒരു രുചി എന്നെ അറിയിച്ചത് എന്തിനാ? അത് ഭഗവാൻ പറഞ്ഞു, അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നീ വഴി തെറ്റരുതെന്ന് എനിക്കുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ ചോദിക്കുക, എന്തിനാ അപ്പോൾ ഭാഗവതം എന്നെ കേൾപ്പിച്ചു? ഈ സംഗതി അറിയാണ്ടിരുന്ന എത്ര നന്നായിരുന്നു അല്ലേ? അല്ലേ? ഈ ഭാഗവതം എന്നുള്ളത് അറിയണോണ്ടല്ലേ ഈ സപ്താഹം ഉണ്ടാകുമ്പോൾ പോകണം തോന്നുന്നത്, ഭാഗവതം കേൾക്കണം എന്നൊക്കെ തോന്നുന്നത്. ഇത് അറിയില്ലെങ്കിൽ എത്ര പേര് ഇത് അറിയാത്തവരുണ്ട്? ഇങ്ങനെയൊരു പുസ്തകം അറിയാത്തവരുണ്ട്, സപ്താഹം എന്ന് പറഞ്ഞ പദ്ധതിയെ പറ്റി അറിയാത്തവരുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാനില്ലല്ലോ. അതങ്ങനെ നടക്കാം. നമുക്കിപ്പോൾ ഇത് അറിയണത് കൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടെന്ന് കേട്ടാൽ പോയിരിക്കേണ്ട വയ്യ, ഒന്ന് കേട്ടു നോക്കണ്ടേ എന്ന് തോന്നല്ലേ? ഭഗവാൻ പറയും, അത് തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. നീ വഴിതെറ്റി സഞ്ചരിക്കുന്നതിൽ എനിക്ക് വിഷമുണ്ട്. സകൃത്യദർശിതം രൂപം ഏതത് കാമായ. കുറച്ചു നേരം എൻ്റെ രുചി നിനക്ക് ഞാൻ കാണിച്ചു തന്നത് നീ മറ്റു വിഷയങ്ങളുടെ പിന്നാലെ പോകാണ്ടിരിക്കാനാണ്. ഈശ്വര കഥാരുചി ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര നേരം വേറൊന്നും രുചിക്കാൻ പോയില്ലല്ലോ. പോയോ? പരദോഷം കേൾക്കാൻ പോയിരുന്നോ? എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനൊക്കെ പോയോ? എന്താ കിട്ടണമെന്ന് വെച്ചാൽ കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. മറ്റേ നമ്മൾ വീട്ടിലിരിക്കാൻ ചിലപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. എന്തേ അത് ഈ രുചി എപ്പോഴോ ഒന്ന് ലേശം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും 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 അതിനെപ്പറ്റി അറിയുമ്പോൾ കേൾക്കണം, അനുഭവിക്കണം തോന്നുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ പാൽപ്പായസം കുടിച്ചവർക്ക് മാത്രമേ പാൽപ്പായസം കാണുമ്പം ഒരു മോഹം തോന്നുള്ളൂ. പാൽപ്പായസത്തെ പറ്റി അറിയാത്തൊരാൾക്ക്, അത് കുടിക്കാത്തൊരാൾക്ക് പാൽപ്പായസം കാണുമ്പം വല്ല മോഹവും തോന്നുമോ? തോന്നും. ഉരുളിയിൽ പാൽപ്പായസം ഇങ്ങനെ കണ്ടു, നമുക്കത് വേണം തോന്നണ്ടേ? നമ്മളെപ്പോഴും അത് കഴിച്ചിട്ടുണ്ടതാണ്. അത് കഴിക്കാത്ത ഒരാൾക്ക് പാൽപ്പായസം കണ്ടാൽ, പാൽപ്പായസം എന്താണെന്ന് അറിയാത്ത സായിപ്പിന് പാൽപ്പായസം കണ്ടപ്പോൾ അയാൾ വെച്ച് കുമ്മായം കലക്കി വെച്ചതാണ്. അത്രയേ ഉള്ളൂ. അയാൾക്കൊന്നുമില്ല, ആ പായസം അയാളെ ബാധിക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് അനുഭവിച്ചവർക്കാണ് വീണ്ടും വീണ്ടും അത് കാണുമ്പോൾ ഒരു ആസക്തി ഉണ്ടാവുക. അതുകൊണ്ട് നീ മറ്റ് ലഹരിയുടെ പിന്നാലെ പോവാതിരിക്കാനാണ് എൻ്റെ രുചി അറിയിച്ചത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യില്ല, നീ ലൗകികമായിട്ടുള്ള വിഷയങ്ങൾ ആരെ ബാധിക്കില്ല, ഒക്കെ തുച്ഛം, ഇത്രയേ ഉള്ളൂ. നാരദരുടെ അടുത്ത ജന്മത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരി, അദ്ദേഹം ഒന്നിനോടും മോഹമില്ല. കാരണം എന്താ? ഭഗവാന്റെ രുചി അറിഞ്ഞൊരാൾക്ക്, അമൃത് കുടിച്ച ആൾക്ക് ചുക്കള്ളം വേണം തോന്നുമോ? വേറെ ഒന്നിനോടും മോഹമില്ല. അത് നീ വഴി തെറ്റാണ്ടിരിക്കാൻ. ശരി, നാരദരെ പിന്നീടുള്ള കാലം ഭഗവാനെ തന്നെ ധ്യാനിച്ചും കൊണ്ടും ഈശ്വര കഥകൾ കേട്ടും പറഞ്ഞും അങ്ങനെ കഴിഞ്ഞു. ആ ജന്മം കഴിഞ്ഞു. അടുത്ത ജന്മത്തിൽ ഇപ്പം എൻ്റെ കഥ, അത് ബ്രഹ്മാവേ, അത് വ്യാസരെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടാണ് ഞാൻ അവതരിച്ചത്. ഇപ്പം എൻ്റെ കഥ എന്താ ചോദിച്ചാൽ, ഞാൻ പണ്ട് ധ്യാനിച്ചാൽ ഭഗവാൻ വരില്ല, പക്ഷേ ഇപ്പം ഭഗവാന്റെ നാമം ജപിച്ചാൽ ആര് വരും? ഭഗവാൻ ഓടി വരികയാണ്. നാരദർ കാണിച്ചു തരുന്ന പാഠം ധ്യാനത്തേക്കാൾ കേമാണെന്ത്? നാമജപം. ധ്യാനിച്ചിട്ട് കിട്ടാത്ത ഭഗവാൻ എനിക്കിപ്പം പാടിയാൽ കിട്ടും, ഭജനം ചെയ്താൽ കിട്ടും. നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയേരവൗ മദ്ഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഭഗവാൻ നാരദരോട് പറയാണ്, ഞാൻ വൈകുണ്ഠത്തിലല്ല നാരദരെ, ഞാനിരിക്കുന്നത് എവിടെയാണ്? ഞാനിരിക്കുന്നത് എവിടെയാണോ എൻ്റെ ഭക്തന്മാർ എൻ്റെ കഥകൾ പറയണത് അവിടെ തത്ര തിഷ്ഠാമി നാരദ, അവിടെ ഞാൻ നിൽക്കും. ഭക്തന്മാരിരുന്ന് കഥ പറയുമ്പോൾ ഞാൻ
അവരെ മുന്നിൽ നിന്നിട്ട് കേൾക്കും. കാരണം ഭക്തനോടുള്ള ബഹുമാനം. ഇരിക്കണില്ല, നിന്ന് കേൾക്കുക. ഭക്തന്മാർ അത് പാടുകയാണെങ്കിലോ ഞാൻ നൃത്തം വെച്ച് കേൾക്കും. ഭക്തനേക്കാൾ ആവേശം ആർക്ക്? ഭഗവാന്. തത്ര തിഷ്ഠാമി നാരദ. ഇനിയിപ്പോൾ ഇതിലധികം പറയണോ? ആ സന്യാസിമാരായിട്ടുള്ള സത്സംഗം കൊണ്ട് ഭഗവാനെ ഭജിച്ചതിൻ്റെ ഫലം കണ്ടില്ലേ? പിന്നെ എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. എത്ര പെട്ടെന്നാണ് മാറ്റം! ദാസീപുത്രൻ അടുത്ത ജന്മത്തിൽ ബ്രഹ്മപുത്രൻ. ഇനി അങ്ങോട്ട് ഉയരാനുണ്ടോ? ഏറ്റവും വലിയ ഭാഗ്യം ബ്രഹ്മാവിൻ്റെ മകനാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടു? ആ മട്ടിൽ ഞാനായിട്ടില്ലേ. ഇതിപ്പോൾ എൻ്റെ കേമത്തം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, താൻ അങ്ങനെ വിചാരിക്കും വേണ്ട. ഭഗവാനെ ഭജിച്ചാലുള്ള ആ ഒരു ലാഭത്തെ പറ്റി പറയാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങും ഭഗവത് മഹിമയ്ക്ക് പ്രാധാന്യം കൊടുത്തും കൊണ്ട് കേൾക്കുന്നവർക്ക് ഹൃദയം ശുദ്ധമാവണം, അവർക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ആ പാകത്തിലൊരു ഗ്രന്ഥം രചിക്കൂ, അങ്ങേക്കും തൃപ്തി ഉണ്ടാവും. എന്നെപ്പോലെ അങ്ങേക്കും ശാന്തി അനുഭവിക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാൽ പോയി? നാരദർ പോയി. വ്യാസർ ചിന്തിച്ചു, ശരി, മഹാഭാരത കഥ തന്നെ എടുക്കാം, അത് ഭക്തി വളരാൻ പാകത്തിന് വ്യാഖ്യാനിക്കാം എന്ന് കരുതി അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. യഥാ മൃധേ കൗരവസഞ്ജയാനാം വീരേഷ്വഥോ വീരഗതിം ഗതേഷു വൃകോദരാവിദ്ധഗദാഭിമർശഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ധൃതരാഷ്ട്രപുത്രൻ ആരത്? ദുര്യോധനൻ. ഭഗ്നോരുദണ്ഡേ, ഊരു പറഞ്ഞ തൊട, ഭഗ്നെന്ന് പറഞ്ഞ പൊട്ടി, തൊട പൊട്ടിക്കിടക്കുകയാണ് ധൃതരാഷ്ട്രൻ്റെ പുത്രൻ ദുര്യോധനൻ. ആരാ ആ തൊട പൊട്ടിച്ചത്? വൃകോദരാവിദ്ധഗദാഭിമർശഭഗ്നോരുദണ്ഡേ. വൃകോദരൻ. വൃകോദരൻ ആരാ? ഭീമൻ്റെ വേറൊരു പേരാണ് വൃകോദരൻ. വൃക്കെന്ന് പറഞ്ഞാൽ കുറുക്കെന്ന അർത്ഥം, അല്ലെ ചെന്നായ എന്ന് പറയും. നമ്മളെ വിചാരം ഭീമെന്ന് പറഞ്ഞാൽ നല്ല അല്ലേ, തടി നല്ല വിചാരിക്കുന്നത്. തടിയൊന്നുമില്ല. എത്ര കഴിച്ചാലും വയർ ഒട്ടി നിൽക്കും. ആരുടെ? നായക്ക് അങ്ങനെയല്ലേ? ചെന്നായയുടെ ഒക്കെ വയർ കണ്ടില്ലേ? വയർ ചെറുതാവും. ഇതേപോലെ കുറേ കഴിക്കുന്നുണ്ട്, പക്ഷേ ശരീരം നല്ല ഫിറ്റാണ്. അതാണ് വൃകോദരൻ എന്ന് വിളിക്കുന്നത്. വൃകോദരാവിദ്ധഗദാഭിമർശഭഗ്നോരുദണ്ഡേ. വൃകോദരൻ്റെ അടിയേറ്റ് തൊട പൊട്ടിക്കിടക്കണ ദുര്യോധനൻ. ഇതാണ് രംഗം. അങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്. യുദ്ധത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. യുദ്ധവും കലഹമൊക്കെ നിർത്താം എന്നാണ് സങ്കല്പം. യുദ്ധം കൊണ്ടൊന്നും ലാഭമില്ല. മത്സരവും യുദ്ധവും സ്ഥാനത്തിനോടുള്ള മോഹവും ഇതൊക്കെ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുക ചെയ്യുക. അതുകൊണ്ട് അത് നിർത്താൻ പോവുകയാണ്. യുദ്ധവും സമാധാനവും എന്നാ പറയുക. എന്താണ്? യുദ്ധം കഴിഞ്ഞൊരു സമാധാനമൊന്നുമില്ല. ഈ മഹാഭാരതം തന്നെ കാണിക്കുന്നത് അവസാനം എന്തേ ഉണ്ടായി. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ധർമ്മപുത്രർ സന്തോഷിച്ചോ? താൻ കസേരയിലിരിക്കുന്നുണ്ട്, കാണാൻ ആരുമില്ല. അയ്യയ്യേ, എന്ത് കാര്യം! ആരെങ്കിലുമൊക്കെ വേണ്ടത്? ആരുമില്ല. നമുക്കിപ്പോൾ വിജയം എന്ന് പറഞ്ഞാൽ അത് കണ്ട് ബാക്കിയുള്ളവർ അസൂയപ്പെടുമ്പോൾ ഒരു രസമുണ്ട്. ഇതിപ്പോൾ അതില്ലെങ്കിൽ പിന്നെന്താ കഥ? പിന്നീടുള്ള കാലം ദുഃഖാനുണ്ടായത്. പരാജയപ്പെടായിരുന്നു ഭേദം എന്ന് ആർക്ക് തോന്നി? യുധിഷ്ഠിരന്. കാരണം താൻ രാജ്യം ഭരിക്കുന്നുണ്ട്. എത്രയോ പേര് വിധവകളായി തൻ്റെ യുദ്ധം കാരണം. എത്രയോ കുട്ടികൾക്ക് അച്ഛനില്ലേണ്ടിയായി തൻ്റെ യുദ്ധം കാരണം. തൻ്റെ ജ്യേഷ്ഠനായ കർണനെയാണ് ആളറിയാണ്ട് താൻ വധിച്ചത്. ഏട്ടനെന്ന് അറിഞ്ഞില്ല. ആ ദുഃഖം ഇങ്ങനെ നീറി കഴിയായിരുന്നു. പിന്നീട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തത്വാർത്ഥമൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിന് വിരക്തി വന്ന് ശാന്തനായിട്ട് തന്നെയാണ് കണ്ണടച്ചത്. അതുകൊണ്ട് മഹാഭാരതത്തിലെ പ്രധാന രസം ഏതാ ചോദിച്ചാൽ, വലിയ യോഗ്യന്മാരൊക്കെ പറയുക ശാന്തമാണ്. എന്താണ് മഹാഭാരതത്തിലെ രസം? എന്താണ്? രൗദ്രമൊന്നുമല്ല. എന്താണ്? അത് ശാന്തമാണ് രസം. കാരണം അവസാനം ധർമ്മപുത്രർക്ക് ശാന്തി ആണ്. അത് മഹാഭാരതം അവസാനിക്കുക അങ്ങനെയാണ്. അവസാനം സ്ഥാനത്തിനോടൊക്കെ മോഹമുള്ള ആളഞ്ഞിരുന്നു. അല്ല എന്ന് പറഞ്ഞില്ലേ, ധർമ്മപുത്രർ മോഹമൊക്കെ ഉണ്ടാവും. ധാർമ്മികനാണ്, ഒക്കെയാണ്. അങ്ങനെ പോകുന്ന അദ്ദേഹത്തെ അവസാന കാലത്ത് എന്തേ ഉണ്ടായി? അദ്ദേഹം നടന്നു പോകുമ്പം തൻ്റെ കൂടെ ഒരു പുഴുത്ത പട്ടി. ആരാ കൂടെ? അത് പോകണില്ല, തൻ്റെ പിന്നാലെ അങ്ങനെ വരികയാണ്. അവസാനം അദ്ദേഹം പോയി മഹാപ്രസ്ഥാന സമയത്ത് അവിടുന്ന് വിമാനം വരിക. എന്നിട്ട് പറഞ്ഞു, ഇന്ദ്രൻ പറഞ്ഞു, കയറിക്കോളൂ, സ്വർഗത്തിലേക്കുള്ളതാ. എന്താണ്? തൻ്റെ ഈ കേമത്വം ഇങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അവിടെ സുഖമായിട്ടിരിക്കുക, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മപുത്രർ ചോദിക്കുകയാണ്, നമ്മളാച്ചാൽ എന്താ ചെയ്യുക? ചോദ്യം മനസ്സിലും ഉണ്ടാവും. വേഗം ചാടി കയറി സൈഡ് സീറ്റിലിരിക്കും, വേഗം പോവുക, അത്രയേ ഉള്ളൂ. ധർമ്മപുത്രർ തിരിഞ്ഞു നോക്കിയപ്പം ആ പട്ടി ഇപ്പോഴും തന്നെ ഒഴിവാക്കിയില്ല.
ധർമ്മപുത്രർ അയാളെ ആശ്രയിച്ച് കഴിയുകയാണ് ഈ നായെ എന്നെ രക്ഷിക്കുകയായിരിക്കും എന്നുള്ള മട്ടിൽ പിന്നാലെ വരികയാണ്. ധർമ്മപുത്രർ ചോദിക്കുകയാണ്, ഈ പട്ടിയെ കൂടി ഒന്ന് വിമാനത്തിൽ കയറ്റോ? ഏത് നല്ല വൃത്തിയുള്ള വിമാനത്തിൽ ഈ നായയെ കയറ്റോ ചോദിക്കുകയാണ്. അപ്പം ഇല്ല പറഞ്ഞു. എന്നാൽ പിന്നെ ഈ പട്ടിക്കില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടാന്ന് ആര് പറയാണ്? ഔ, ആ സിംഹാസനം ഇരിക്കാൻ കൊതിച്ച ധർമ്മപുത്രർ ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം എന്ത് വേണ്ട? സ്വർഗവും വേണ്ട, ഒന്നും വേണ്ട, സമാധാനം മതി. എന്നെ ആശ്രയിച്ച ഈ ജന്തുവിന് കൊടുക്കാൻ പറ്റാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുമ്പം ആ ജന്തുവിൻ്റെ വേഷം കണ്ട് മാറി. അതാരാ? ഇയാളുടെ അച്ഛനാ, യമധർമ്മൻ. യമധർമ്മൻ്റെ പുത്രനാണ് ആര്? യുധിഷ്ഠിരൻ. അതാണ് ധർമ്മപുത്രൻ എന്ന് വിളിക്കുന്നത്. ഇന്ദ്രൻ പറഞ്ഞു, സംഭവിച്ചു കിട്ടും, താൻ പൂർണ്ണനായി, തനിക്ക് ഇനി ഒരു കുറവുമില്ല, തനിക്ക് വൈകുണ്ഠം തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് മഹാഭാരതം എന്ന് പറഞ്ഞ അർത്ഥം. ധർമ്മപുത്രരുടെ മാറ്റം ശ്രദ്ധിച്ചു നോക്കൂ. തുടക്കത്തിലുള്ള ധർമ്മപുത്രരല്ല അവസാനത്തിൽ. നമ്മളെ കഥയോ തുടക്കത്തിൽ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ തന്നെ, അതിനേക്കാൾ കഷ്ടം. അങ്ങനെ ആവരുന്ന് കാണിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകൾ കുറഞ്ഞ് കടുംപിടുത്തങ്ങൾ കുറഞ്ഞ് അഹങ്കാരം, മമത ഒക്കെ കുറഞ്ഞ് ശാന്തനായിട്ട് കണ്ണടയ്ക്കുക. അവസാന കാലത്തും ആർത്തി തീർത്തിരുന്നില്ല. എല്ലാവരും ചീത്ത പറഞ്ഞു കൊണ്ട്, അവരെ ശപിച്ചും കൊണ്ട് ഭർത്താവും മക്കളും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവസാനം അങ്ങനെ കണ്ണടക്കി. എന്തിനപ്പോൾ അങ്ങനെ? അവസാനം ആരോഗ്യമില്ല, എന്നാൽ മോഹക്കുള്ളിലുണ്ട് താനും. എന്നൊരാളെ സഹായം ഇല്ലാണ്ടൊന്നും ചെയ്യാനും വയ്യ. അവിടുന്ന് ഓരോന്ന് വിളിച്ചും പറയും, എത്ര വീട്ടിൽ എത്ര പേര്. എന്നാൽ ചിലരൊക്കെ തിരിച്ചുകൊണ്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒരു കുഴപ്പമില്ലാണ്ട് സമാധാനമായിട്ടിരിക്കുന്നവരുമുണ്ട്. കാരണം അവർ ഇരിക്കുമ്പം തന്നെ ഉള്ളിലുള്ള ഈശ്വരനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ ചെവി കേൾക്കാതെയാവും, കണ്ണ് കാണാതെയാവും, മക്കളൊന്നും അടുത്തുണ്ടാവില്ല എന്നൊക്കെ അവർ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവരെന്ത് ചെയ്തു? ഭഗവാനെ ശ്രദ്ധിച്ച് ഭജിച്ച് മനസ്സിനെ പക്വമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സംസാരിക്കാൻ പഠിച്ചു, ഈശ്വരനോട് സംസാരിക്കാൻ പഠിച്ചു. അവിടെ അവസാനം ചെവി കേൾക്കാണ്ടാകുമ്പോഴും ഭഗവാനോട് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ലേ? അത് ചെവി കേൾക്കണമെന്നൊന്നുമില്ല, അത് മിണ്ടണമെന്നുമില്ല, ഇനി പല്ലില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഉള്ളിലിങ്ങനെ പറയാം. അങ്ങനെ നാമം ജപിച്ച് ഭഗവാനോട് സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയില്ലാണ്ട്. മക്കൾ ടി വി കാണുമ്പോഴും പ്രശ്നമില്ല, മരുമക്കൾ സീരിയൽ കാണുമ്പോഴും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഞാൻ അവിടെ വയ്യാണ്ട കിടക്കും, അതവിടെ ഇതൊന്നുമില്ല. സീരിയൽ കാണണമെന്നല്ല കേട്ടോ, അങ്ങനെ വേണമെന്നല്ല പറയണത്. എന്തായാലും അത് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ശാന്തമായിരിക്കണം. ഇങ്ങനെ അവസാനം കണ്ണടക്കുകയാണ്. അതാ വേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ മഹാഭാരതം കാണിക്കുന്നത്. അത് ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി സ്വയം നന്നാവും, അതിൽ സംശയമില്ല. അതിനുവേണ്ടി തന്നെയാണ് മഹാഭാരതം രചിച്ചത്, വ്യാസർ രചിച്ചത്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ശാന്തമായൊരു രീതി. വീണ് കിടക്കണ ദുര്യോധനൻ എന്തെങ്കിലും പ്രിയം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ദുര്യോധനൻ്റെ കൂട്ടുകാരനായ അശ്വത്ഥാമാവ്, കഥയൊന്നും വല്ലാണ്ട് വിസ്തരിക്കണില്ല, കാരണം നമുക്കറിയാലോ. അശ്വത്ഥാമാവ് ആരാ? ദ്രോണരുടെ പുത്രനാണ്. ദുര്യോധനന് തന്നോടൊരു സ്നേഹം ദുര്യോധനൻ പലതവണ കാണിച്ചിട്ടുണ്ട്. സ്നേഹം കാണിക്കുക പറഞ്ഞാൽ കാണിക്കൽ തന്നെയുള്ളൂ, ഉള്ളിലൊന്നുമില്ല. കാരണം അശ്വത്ഥാമാവ് ആരാന്ന് നല്ലപോലെ ആർക്കറിയാം? ദുര്യോധനറിയാം. ദ്രോണരുടെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ സുഖിപ്പിച്ചാൽ ഒരു പക്ഷേ ദ്രോണർക്ക് തന്നോടൊരു സ്നേഹം കൂടിയിട്ടേ സ്പെഷ്യലായിട്ട് ചില വിദ്യകളൊക്കെ തന്നെ പഠിപ്പിച്ചാലോ. ഗുരുനാഥൻ്റെ പുത്രനെ സോപ്പിട്ടാൽ ഗുരുനാഥൻ ചില വിദ്യകളൊക്കെ പഠിപ്പിച്ചു തന്നാൽ, അർജുനന് പഠിപ്പിക്കാത്ത വിദ്യ എന്നെ പഠിപ്പിച്ചു വെച്ചാൽ ഈ വിദ്യ കൊണ്ട് അർജുനൻ എനിക്ക് എന്ത് ചെയ്യാം? ഉപദ്രവിക്കാലോ. നോക്കണേ, അശ്വത്ഥാമാവനെ സ്നേഹിക്കുന്നത് പോലും എന്തിനാ? അർജുനനെ ദ്രോഹിക്കാൻ. ഇതാണ് ഉദ്ദേശം. ഉദ്ദേശം ശുദ്ധമല്ല, പക്ഷേ പുറമേക്ക് സ്നേഹം കാണിക്കുന്നുണ്ട് അശ്വത്ഥാമാവനോട്. അശ്വത്ഥാമാവൻ എന്താ വെച്ചാൽ തന്നെ അയാൾക്ക് വലിയ കാര്യമാണ്. മറ്റുള്ളവരൊക്കെ എന്നെ അവഗണിക്കുമ്പോഴും അദ്ദേഹം എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ എന്നെ ദരിദ്രൻ എന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ദുര്യോധനൻ എനിക്കൊരു സീറ്റ് തന്നിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെയുണ്ട്. എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും തൻ്റെ സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവണവരുണ്ട് ചിലർ. അത് ശരിയല്ലെന്ന് കാണിക്കാനപ്പോൾ ഈ കഥ തന്നെ. കർണനൊക്കെ അങ്ങനെ പെട്ടതാണ്. കാരണം അത്ര ദുഷ്ടനൊന്നും അല്ല, പക്ഷെ എന്ത് പറ്റി? ദുര്യോധനൻ്റെ കൂടെ കൂടി എപ്പോഴോ ദുര്യോധനൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ദുര്യോധനൻ ചെയ്യണത് എമ്മാടുത്തനൊക്കെ ആര് കൂട്ടുന്നു? അത് കൂട്ടുകാർ ചെയ്യരുത്. സഹായിച്ചിട്ടുണ്ടല്ലോ ഒക്കെ ശരി തന്നെ, പക്ഷേ ഇതാ ധർമ്മമാണ്, ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, താൻ പറ്റിച്ചത് ചെയ്യാണ്ടിരിക്കുക വേണ്ടത് എന്നാണ് ആര് ഉപദേശിക്കേണ്ടത്?
ബന്ധുക്കളും സുഹൃത്തുക്കളും ആണെങ്കിലും ഉപദേശിക്കേണ്ടത്. വിഭീഷണൻ അങ്ങനെയായിരുന്നല്ലോ അല്ലേ? കൂട്ടുനിന്നു. രാവണൻ സീതയെ കട്ടുകൊണ്ടുവന്നതിൽ വിഭീഷണൻ നല്ല അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം എതിർത്തു. അവസാനം മാറില്ല എന്ന് കണ്ടപ്പോൾ ആ പക്ഷം വിട്ടുപോയി. അതാണ് മാന്യത. മാറില്ലെന്ന് ഉറപ്പായാൽ അധർമ്മത്തിന് കൂട്ടു നിൽക്കല്ല വേണ്ടത്. ഇവിടെ അശ്വത്ഥാമാവ് ദുര്യോധനൻ ചെയ്യണ എല്ലാ വൃത്തികേടിനും കൂട്ടു നിൽക്കുന്നു. അങ്ങനെ അയാളും മനസ്സ് കലുഷായി, കുറച്ചൊക്കെ മോശമായിട്ടുണ്ട്. ദുര്യോധനന് ഇഷ്ടമാവണമെങ്കിൽ എന്താ വേണ്ടത്? പാണ്ഡവർ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ അയാൾക്ക് സന്തോഷമാവും. ഇനിയിപ്പോൾ അയാളെ രക്ഷിക്കാനൊന്നും സാധിക്കില്ല. മരിക്കണതിൻ്റെ മുന്നേ ഈ വാർത്ത കേൾപ്പിക്കുക, എന്നാൽ സന്തോഷമായിട്ട് മരിക്കുക. ആർക്ക്? ദുര്യോധനെ. പാണ്ഡവർ മരിച്ചല്ലോ, സന്തോഷമായി. ഞാൻ മരിക്കണതിൻ്റെ മുന്നേ പാണ്ഡവരെയും കൊന്നിട്ടാണ് ഞാൻ പോയത് എന്ന് ആ ഒരു കൃതാർത്ഥത. അശ്വത്ഥാമാവ് ആലോചിച്ചു, പാണ്ഡവരെ കൊല്ലുക പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. എത്ര കാലമായി യുദ്ധം ചെയ്യണു, കൊല്ലാൻ പറ്റും? ധാർമ്മികമായിട്ട് പറ്റില്ല. എന്നാലോ അധാർമികമായിട്ട് നോക്കണേ, അന്യായമായിട്ട് കൊല്ലാം. ഉറങ്ങിക്കിടക്കുമ്പം പോയിട്ട് അങ്ങോട്ട് കൊന്നാലോ എന്ന് കരുതി അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കണ പാണ്ഡവരെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. അന്ന് പാണ്ഡവർ ആ കുടീരത്തിലില്ല. എന്താ ഇല്ലാഞ്ഞു? ഭഗവാൻ ഇപ്പോൾ ഇതൊക്കെ അറിയില്ലേ? സ്ക്രിപ്റ്റ് ആരെടുത്തുണ്ട്? ഭഗവാന്റെ അശ്വത്ഥാമാവ് അറിയണതിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട്. പാണ്ഡവരല്ല അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടത്, പാണ്ഡവരുടെ മക്കളാണ് എന്നാണ് ഭഗവാന്റെ സങ്കല്പം. ഒക്കെ കാലം, പ്രാരബ്ധം, ഓരോ ജീവൻ്റെ പ്രാരബ്ധം ഓരോരുത്തർ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അന്ന് അവിടെ ഉറങ്ങിക്കിടക്കുന്നത് പാണ്ഡവരുടെ കുട്ടികളാണ്. പാഞ്ചാലിയിലുണ്ടായ 5 മക്കൾ. വന്ന അശ്വത്ഥാമാവ് പാണ്ഡവരെ കണ്ടില്ല. പാണ്ഡവരില്ലെങ്കിൽ വേണ്ട, ഈ കുട്ടികളെ കൊല്ലാമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ഉറങ്ങിക്കിടക്കണ കുട്ടികളെ കൊന്നു. ആ കുടീരത്തിന് തീ വെച്ച് ആര് പോന്നു? അശ്വത്ഥാമാവ് വന്ന് ദുര്യോധനോട് പറയാണ്, താൻ സന്തോഷമായിട്ട് മരിച്ചോളൂ, എന്തായാലും മരിക്കില്ലേ, ഈ വാർത്ത കേട്ടോളൂ. പാണ്ഡവരെ കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ താൻ പേടിക്കണ്ട, പാണ്ഡവരോട് കൂടി കഴിഞ്ഞിട്ടോ അവരുടെ മക്കളെ മുഴുവൻ ഞാൻ ഈ കൈകൊണ്ട് കൊന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ടതും ദുര്യോധനൻ സന്തോഷിച്ചോ ദുഃഖിച്ചോ? ദുര്യോധനൻ ആൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ആ വീണ ആ കിടപ്പിൽ ആര് മാറി? ആൾ മാറാൻ വലിയ സമയമൊന്നും വേണ്ട. ഒന്ന് ആസ്പത്രിയിൽ പോയാൽ മതി, ആൾ മാറും. 2 മാസം കിടന്നാൽ മാറുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ആൾ മാറും. പിന്നെ അമ്പലം തന്നെ, പിന്നെ ഭാഗവതം തന്നെ, ഇങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. സ്വഭാവം മാറാനൊന്നും അധികം സമയം ആവശ്യമില്ല. പണ്ട് കണ്ട ശത്രുക്കളെ മിത്രമായിട്ട് കണക്കാക്കാനൊന്നും വലിയ സമയമൊന്നും വേണ്ട. ഇവിടെ ദുര്യോധനൻ ഈ വാർത്ത കേട്ടപ്പം ചീത്ത പറയാണ്ടായത്, മരിക്കാൻ നേരത്തെങ്കിലും നല്ലൊരു വാർത്ത കേട്ട് കണ്ണടയ്ക്കണം എന്നുണ്ടായിരുന്നോ ദുഷ്ട, താൻ കാരണം ഇപ്പോൾ ഈ ചീത്ത വാർത്ത കേട്ട് മരിക്കേണ്ടി വന്നില്ലേ? പാണ്ഡവർ കൗരവർ അങ്ങനെ വേറെ ഒന്നുമില്ല, ഒക്കെ ഞങ്ങൾ തന്നെ. എന്താണ്? ഒക്കെ കുരുവംശജരാണ്. എൻ്റെ മക്കളോ ഇല്ല, ഇനി ഞങ്ങളുടെ ഈ കുലത്തിന് 2 പേർക്കും കൂടിയായിട്ട് ആ പാണ്ഡവരുടെ മക്കളെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. കഷ്ടം, ഞങ്ങളുടെ കുലം തന്നെ താൻ വേണ്ടിയാക്കിയില്ലേ എന്ന് പറഞ്ഞ് ആ അശ്വത്ഥാമാവനെ ശപിച്ചും കൊണ്ടാണ് ആര് കണ്ണടയ്ക്കുന്നത്? ദുര്യോധനൻ കണ്ണടയ്ക്കുന്നത്. അതാണ് അവസ്ഥ. അശ്വത്ഥാമാവ് ഓടി. മക്കൾ മരിച്ച വാർത്ത അറിഞ്ഞ പാഞ്ചാലി പൊട്ടിക്കരയുന്നു. അർജുനൻ അവിടെ നിന്ന് എണീറ്റ് ശപഥം, ഇതാരാ ചെയ്തത് വെച്ചാൽ അയാളെ ഞാൻ കൊണ്ടുവരും, അയാളുടെ തല മുറിച്ച് നിൻ്റെ കാൽക്കൽ വയ്ക്കും എന്ന് പറഞ്ഞ അർജുനൻ പുറപ്പെട്ടു. കൂടെ കൃഷ്ണൻ. അശ്വത്ഥാമാവാണെന്ന് മനസ്സിലാക്കി അസ്ത്രം അശ്വത്ഥാമാവ് അങ്ങോട്ട് അയച്ചു, ബ്രഹ്മാസ്ത്രം. അത് കണ്ട് അർജുനൻ പരിഭ്രമിച്ചു, ഭഗവാന്റെ കാൽക്കൽ വീണു. ഭഗവാൻ പറഞ്ഞു, താൻ തിരിച്ചു അയച്ചോളൂ അസ്ത്രം, ബ്രഹ്മാസ്ത്രം തൻ്റെ കയ്യിലില്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഠിപ്പിച്ചില്ലേ, തന്നെയും തിരിച്ചയച്ചു. ഇനി 2ഉം ഉപസംഹരിച്ചോളൂ. കാരണം ഉപസംഹരിക്കാനുള്ള വിദ്യ ഗുരുനാഥൻ്റെ പുത്രന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അർജുന, അശ്വത്ഥാമാവൻ ആ വിദ്യ അറിയില്ല, അതുകൊണ്ട് താൻ തന്നെ 2 ബ്രഹ്മാസ്ത്രത്തെ ഉപസംഹരിച്ചോളൂ എന്ന് പറഞ്ഞു. ഉപസംഹരിച്ചു. പിടിച്ചു കെട്ടി തേരിൽ അങ്ങനെ കൊണ്ടുവരികയാണ്. ഇവിടെത്തി ആ പാഞ്ചാലിയുടെ കാൽക്കലേക്ക് വലിച്ചെറിഞ്ഞു അശ്വത്ഥാമാവനെ. പാഞ്ചാലി എന്തു പറഞ്ഞു? അല്ല നമുക്കറിയേണ്ടത്. പാഞ്ചാലി എന്താ പറയേണ്ടത്? വെട്ടിക്കൊല്ലാനാ പറയേണ്ടത്. നമ്മളെന്താ പറയുക? 5 മക്കളെ വെട്ടിക്കൊന്ന വിദ്വാനെ വെട്ടിക്കൊല്ലൂ എന്നല്ലേ പറയുക. പക്ഷെ പാഞ്ചാലി പറഞ്ഞത് മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. എനിക്കിത് കാണാൻ വയ്യ, അയാളങ്ങനെ കെട്ടിട്ടത് കാണാൻ എനിക്ക് വയ്യ. ഇത് മനുഷ്യനല്ലേ, മൃഗമൊന്നുമല്ലല്ലോ, വിട്ടയക്കൂ. എന്തൊക്കെ പറഞ്ഞാലും ഗുരുനാഥൻ്റെ മകനല്ലേ, എന്താണ് എന്ന് പറയാനുള്ളൊരു മനസ്സാർക്കുണ്ടായിരുന്നു. അതാ വേണ്ടത്. അല്ലാണ്ട് ചോരയ്ക്ക് ചോര, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും, ഇങ്ങോട്ട് 2 പറഞ്ഞാൽ 4 അങ്ങോട്ട് പറയുക. ഇതൊക്കെ എപ്പോഴാണ് തീരുക?
തീരലായിട്ടില്ല. സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക വേണ്ടത്. അശ്വത്ഥാമാവന് പോലും ലജ്ജ തോന്നാണ്, ഈ അമ്മയുടെ മക്കളെ ആയി പോയല്ലോ ഞാൻ കൊന്നത്. മുച്യതാം മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. എന്തൊക്കെ പറഞ്ഞാലും ഗുരുനാഥൻ്റെ പുത്രനല്ലേ, ഗുരുനാഥനെ പോലെ കാണണ്ടേ? ആ ഗുരുനാഥന് കൊടുക്കേണ്ട ദക്ഷിണ ഇതാണോ? മകനെ പിടിച്ച് കൊല്ലുകയാണോ വേണ്ടത്? വിട്ടയക്കൂ. എൻ്റെ മക്കൾ മരിച്ചു എന്നുള്ളത് സത്യമാണ്. ഇയാളായിരിക്കും കൊന്നത്, ആവട്ടെ. പക്ഷേ ഇയാളെ കൊന്നതുകൊണ്ട് മരിച്ചുപോയ കുട്ടികൾ തിരിച്ചു വരുമോ? അശ്വത്ഥാമാന് വല്ല കൗൺസിലിംഗ് കൊടുത്താൽ ആൾ നേരെയാവും. ചിലപ്പോൾ അയാളൊരു ഉണ്ണിയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റും. 5 ഉണ്ണികൾ മരിച്ചു, 6ാമത്തെ ഉണ്ണി ആര്? അശ്വത്ഥാമാവ്. ആ അശ്വത്ഥാമാവരുടെയും കൊല്ലുക പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് അത് സഹിക്കില്ല. അയാളെപ്പോലും മകനായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സംസ്കാരം ഈ അശ്വത്ഥാമാവനും ഇല്ലേ ഒരമ്മ. ദ്രോണർ മരിച്ച വിഷമം തന്നെ ആ കൃപിക്ക് സഹിക്കാൻ വയ്യ, അവൾ ദുഃഖിച്ച് കഴിയുക. അന്ന് അവൾ അഗ്നിയിൽ പ്രവേശിക്കാണ്ടിരുന്നത് ഈ മകനുള്ളത് കൊണ്ടാണ്. ഈ മകനെ കൂടി കൊന്നാൽ മാരോദീതസ്യ ജനനി, ഇവൻ്റെ അമ്മ കരയാൻ പാടില്ല. ആര് കാരണം? നമ്മൾ കാരണം. ഇനിയൊരമ്മ കരയരുത്. അമ്മയുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഈ അമ്മ എത്ര കരഞ്ഞു? 5 മക്കളാണ് മരിച്ചത്. മക്കളും മരിച്ചാലുള്ള ദുഃഖം അറിയാത്തവളല്ല ഞാൻ. പക്ഷേ എൻ്റെ ഒരു ഭാവം എന്താ വെച്ചാൽ, ഇനി നമ്മൾ കാരണം ഈ ദുഃഖം വേറൊരാൾ അനുഭവിക്കരുത്. എനിക്ക് ദുഃഖം താങ്ങാനുള്ള ശേഷിയുണ്ട്, പക്ഷേ ഇത്രയ്ക്ക് താങ്ങാനുള്ള ശേഷി ആർക്കുണ്ടാവില്ല? അശ്വത്ഥാമാവൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് വിട്ടയക്കൂ. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു അവിടെ ഉള്ളവരൊക്കെ. ഈ ഒരു ഭാവം, ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഈ ഒരു ഭാവമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇത് കേട്ട അർജുനൻ തയ്യാറായില്ല. അർജുനൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മബന്ധുവാണ്, കൊല്ലാൻ പാടില്ല. ആദതായിയാണ്, കൊല്ലും വേണം. പറഞ്ഞിട്ട് താല്പര്യം മനസ്സിലായി. ഇദ്ദേഹം ബ്രാഹ്മണനായതുകൊണ്ട് ബ്രാഹ്മണരെ വധിക്കാറില്ല, സ്ത്രീകളെ വധിക്കില്ല. എന്തൊക്കെ തെറ്റ് ചെയ്താലും ബ്രാഹ്മണരും സ്ത്രീകളൊക്കെ അവർക്കൊന്ന് വേറെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ബ്രാഹ്മണരെ വധിച്ചാൽ വലിയ വിഷമമൊന്നും അവർക്കില്ല. അവരെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആളടയെന്ന് അപമാനിച്ച് വിടുക, അത് വലിയ വിഷമമാണ്, അതാണ് ശിക്ഷ. അതുകൊണ്ട് ഇദ്ദേഹത്തെ അപമാനിച്ച് വിടണം എന്ന് പറഞ്ഞ് നഗ്നനാക്കി പൂണൂല് പൊട്ടിച്ചു. ബ്രാഹ്മണനെ സംബന്ധിച്ച് പൂണൂല് പോവുക പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷമം. തലമുണ്ടനം ചെയ്തു, മൊട്ടടിച്ചു, പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി അങ്ങോട്ട് വിട്ടു. തന്നെ അപമാനിച്ചു പാണ്ഡവർ എന്നുള്ള വിചാരത്തിൽ പാണ്ഡവർ ഇല്ലാണ്ടി ആവട്ടെ എന്ന് പറഞ്ഞൊരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം നേരെ പോയത് എങ്ങോട്ടാ? അത് നേരെ പാണ്ഡവരുടെ അടുത്തേക്ക് പോവില്ല. കാരണം ഭഗവാൻ ഒപ്പുണ്ട്. പാണ്ഡവരിലെ അവരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്, പലരെയും. എല്ലാവരും കൂടി വിവാഹം കഴിച്ചു. ആരെ? പാഞ്ചാലിയെ. അതിൽ അർജുനൻ വിവാഹം കഴിച്ചത് സുഭദ്രയാണ്, കൃഷ്ണൻ്റെ അനിയത്തി സുഭദ്രയെ. ആ സുഭദ്രയിലൊരു മകൻ, അതാണ് അഭിമന്യു. അഭിമന്യു വിവാഹം കഴിച്ചു ഉത്തരയെ. ഉത്തര ഗർഭിണിയാണ്. ആ സമയത്താണ് മഹാഭാരത യുദ്ധത്തിൽ ആര് മരിച്ചത്? അഭിമന്യു മരിച്ചു. അഭിമന്യു മരിക്കുമ്പം ഉത്തരയുടെ ഗർഭത്തിൽ ആരുണ്ട്? ഈ പരീക്ഷത്തുണ്ട്. അതാണ് നമ്മുടെ കഥാനായകൻ പരീക്ഷത്ത്. ആ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ആര് പോയി? ഈ അസ്ത്രം അങ്ങോട്ട് പോവുകയാണ്. കാരണം അവസാനത്തെ വിത്ത്, പാണ്ഡവരുടെ അവസാനത്തെ ബീജം ആരാണത്? അത് ഈ പരീക്ഷത്താണ്. പരീക്ഷത്തിന് ഇല്ലാണ്ടിയാക്കാനായിട്ട് ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് ഉത്തരയ്ക്ക് മനസ്സിലായി തൻ്റെ ഗർഭത്തിലേക്ക് എന്തോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ അമ്മ തൻ്റെ ധർമ്മം എന്താണ്? കുട്ടിയെ രക്ഷിക്കാനുള്ളതല്ലേ, അതല്ലേ മുഖ്യം. അതുകൊണ്ട് തനിക്ക് എന്ത് വന്നാലും സാരല്ല, തൻ്റെ ഉള്ളിലുള്ള ഈ കുട്ടിക്കൊരാപത്തുണ്ടാവരുതേ. പാഹി പാഹി മഹായോഗിൻ, ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പാഹി പാഹി, രക്ഷിക്കണേ. അതാണ് ശരണാഗതി. ഈ ഉത്തരയെ പോലെ വേണം നമ്മളും. ഭഗവാന്റെ അടുത്തേക്ക് പോവാവൂ. എന്താണ്? നമ്മളതല്ല, നമ്മളെല്ലാവരുടെ അടുത്തേക്കും പോയി അവസാനം ഭഗവാന്റെ അടുത്ത് അല്ല. അവരൊക്കെ പുച്ഛിക്കും. അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് ചോദിക്കും, ഞാൻ അന്ന് ഉണ്ടായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ നടക്കുക എന്ന് ചോദിക്കും. അത് ചോദിക്കാത്ത ഒരാൾ ഭഗവാൻ മാത്രമാണ്. പാഹി പാഹി മഹായോഗിൻ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉത്തര വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു. രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, എങ്ങനെയാ ഉത്തര എനിക്ക് നിൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമോ? അതിനുള്ള മറുപടിയാണ് മഹായോഗിൻ. പറ്റാണ്ടിരിക്കുമോ? അങ്ങാരാണ്? അങ്ങ് ചില്ലറക്കാരനല്ല, മഹായോഗേശ്വരനാണെന്ന് എനിക്കറിയാം. ദേവദേവ ജഗത്പതേ, ഈ ജഗത്തിനെ രക്ഷിക്കുന്ന അങ്ങയ്ക്ക് എൻ്റെ ഉള്ളിലുള്ള കുട്ടിയെ രക്ഷിക്കാനാണോ ബുദ്ധിമുട്ട്? ഈ പ്രപഞ്ചത്തെ കാത്ത് രക്ഷിക്കണത് ആരാ? അങ്ങല്ലേ. നാന്യം ത്വദഭയം പശ്യേ,
എത്ര മൃത്യു പരസ്പരം. അല്ല ഉത്തരേ, നീ എന്തേ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു? ഇവിടെ ധർമ്മപുത്രനുണ്ടല്ലോ, വില്ലാളി വീരൻ അർജുനനുണ്ടല്ലോ, നിൻ്റെ ബന്ധുക്കൾ, ഭീമനുണ്ടല്ലോ, നല്ല കരുത്തുള്ള ഭീമൻ, അവരൊക്കെ ഇവിടെ ഇരിക്കുക. നീ എന്തിനാ എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് രക്ഷിക്കാൻ പറയണത്? അതിനുള്ള മറുപടിയാണ് എത്ര മൃത്യുഹു പരസ്പരം. അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഭഗവാനെ കൂട്ടത്തിൽ വലിയ പ്രശ്നമില്ലാത്തത് എനിക്കാ. എന്താണ്? അല്ല, അവർക്ക് ഇതല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്നെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരാണ് ആര്? ധർമ്മപുത്രർ, ഭീമനും അർജുനനും ഒക്കെ എന്നെക്കാൾ പ്രശ്നം അനുഭവിക്കുന്നവർ. അവർക്കൊക്കെ മരണമല്ലേ ഇല്ലേ? എത്ര മൃത്യുഹു പരസ്പരം. താൻ തന്നെ പെട്ടിരിക്കുമ്പോൾ വേറെ ആളെ സഹായിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ പെട്ടിരിക്കുമ്പോൾ വേറെ ആളെ സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരൊക്കെ മരണത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അഭിദ്രവതി മാം ഈശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ. ആ അസ്ത്രം എന്നെ അങ്ങോട്ട് എരിച്ച് കളയട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മാമേ ഗർഭോ നിപാത്യതാം. അമ്മയായിട്ടുള്ള എൻ്റെ കടമയാണ് കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്കൊരാപത്തുണ്ടാവരുതേ എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ നമസ്കരിച്ച ആ ഉത്തരയെ രക്ഷിക്കണം എന്ന് ഭഗവാൻ മനസ്സിലാക്കി കണക്കാക്കി ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ആ പരീക്ഷത്തിനെ ആര് രക്ഷിച്ചു? ഭഗവാൻ രക്ഷിച്ചു. അങ്ങനെ ഭഗവാന്റെ ഔദാര്യം, ഭഗവാന്റെ ഭിക്ഷ, ഭഗവാന്റെ പ്രസാദം എന്ന അർത്ഥത്തിൽ വിഷ്ണുരാധൻ എന്ന ഉണ്ണിക്ക് പേരിട്ടു. എന്താണ്? വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ. നമ്മളൊക്കെ പേരതാ, നമ്മളൊക്കെ പ്രസവിച്ചിട്ട് വന്നതല്ലേ അല്ലേ? ആണ്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതല്ലേ? അപ്പം നമ്മളൊക്കെ ആരാ? ഉള്ളിൽ വെച്ചിട്ട് അങ്ങോട്ട് പോയില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിഷ്ണുരാധന്മാരാണ്. പുറത്തേക്ക് വന്നാൽ അർത്ഥം അവർ ചെയ്യേണ്ടത് എന്താ? പരീക്ഷത്തിനെ പോലെ ഭാഗവതം കേൾക്കല. ഭഗവാൻ വിട്ടതെന്തിനാ പരീക്ഷത്തിനെ? താൻ ഭാഗവതം കേൾക്കാണ്ട് ഇങ്ങോട്ട് പോയാൽ എങ്ങനെയാണ്? അത് കേൾക്കൂ. അതാണ് രക്ഷിക്കൽ. അതിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ഇവിടെ ജനിക്കുന്നത്. ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക, ശാന്തി അനുഭവിക്കുക. അതിനാണ് ജനിച്ചതെന്നാണ് ഇപ്പം വ്യംഗ്യമായിട്ട് കാണിച്ചത്. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കൽ. രക്ഷിക്കുക പറഞ്ഞാൽ ജനിച്ചുകൊണ്ട് രക്ഷപ്പെടലല്ല. ഇവിടെ അങ്ങനെ ജീവിക്കുക പറഞ്ഞാൽ രക്ഷപ്പെടല വിചാരിക്കുന്നുണ്ടോ? വലിയ പെടലാത്. ജീവിക്കുക പറഞ്ഞാൽ അങ്ങനെ നീറി ജീവിക്കുക, എന്നും പ്രശ്നം, എപ്പോഴും കുഴപ്പം. എന്തിനിങ്ങനെ ഒരു ജീവിതം? അതല്ല, ശാന്തി സമാധാനത്തോടു കൂടി കഴിയുക, അതല്ലേ മുഖ്യം. അതാണ് പ്രധാനം. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് കാണിക്കുകയാണ്. അതിന് ഭാഗവതം കേട്ടേ പറ്റൂ, ഈശ്വരനെ അറിഞ്ഞേ പറ്റൂ. ഏതായാലും ഭഗവാൻ രക്ഷിച്ചു. ഈ വാർത്ത, ഈ ഒരു കഥ കണ്ട ആ അമ്മയ്ക്ക് പിന്നെ നമസ്കരിക്കാണ്ടക്കാൻ പറ്റിയില്ല. കുന്തിദേവി ഓടി വന്ന് ഭഗവാനെ നമസ്കരിച്ചു. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേഃ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഗംഭീരമായിട്ടുള്ള ആ അമ്മയുടെ സ്തുതി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ രാമ, എല്ലാവരും ഉച്ചത്തിൽ. രാമപാദം. വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം, ആർക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം. രാമ രാമ. ഊണിലും ഉറക്കിലും ഇരിപ്പിലും നടപ്പിലും കാണണം ഭവാനെ ഞാൻ സദാപി നിദ്രയിങ്കലും. രാമ രാമ.
ഇല്ല നീയൊഴിഞ്ഞെനിക്കൊരുത്തനും തുണയ്ക്കുവാൻ, സത്യമായ ദൈവമേ നിനക്കു കൈതൊഴുന്നു ഞാൻ. രാമ രാമ അച്യുതാ ഭവാന്റെ ലീലയല്ലീ ലോകമാകവേ, നിഷ്കളാ നിരഞ്ജനാ ശ്രീ വിശ്വരൂപ പാഹി മാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. രാമ രാമ നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽ പ്രകാശരൂപനെ വണങ്ങണം. രാമ രാമ പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. രാമ 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 പാഹി മാം. രാമപാദം രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.